തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവ് അവനെ കാൽവറിയുടെ കൊലമരത്തിൽ കൈവിട്ട് കളഞ്ഞു. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായി. അവൻ ശിക്ഷാവിധിയാലും പീഡനത്താലും എടുക്കപ്പെട്ടു. അവന്റെ പ്രാണനൊരു അകൃത്യാഗമായി തീർന്നു. ബലിപീഠത്തിലേക്ക് നോക്കുക. ആ ബലിപീഠം എന്താ വിളിച്ചു പറയുന്നത്? പിതൃപുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തിന് സ്തുതി. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാരെയും വന്ദനം ചെയ്യുകയാണ്. കർത്താവ് വീണ്ടും ദൈവസനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിങ്ങിന് ശേഷം ഇടയ്ക്കൊരു ദിവസം ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞെങ്കിലും അതിന് സാധിച്ചത് ഇന്നാണ്. അതിനിടയിലൊക്കെ ചില തടസ്സങ്ങളൊക്കെ വന്നു. ഞാൻ യാത്രകളിലായിരുന്നു എന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. ആ കാരണങ്ങളാലാണ് ഉദ്ദേശിച്ചതുപോലെ നമുക്ക് കൂടി വരുവാനായിട്ട് സാധിക്കാതെ പോയത്. ഇന്നത്തെ നമ്മുടെ കൂടിവരവിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം സൺഡേയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ വിഷയത്തിൻ്റെ ഒരു തുടർച്ച പറയുവാനാണ്. അന്ന് നമുക്കതിന് സമയം കിട്ടിയില്ല. അതിന് പകരം നമ്മൾ ഇന്നാണ് ആ ഒരു സാവകാശം തിരഞ്ഞെടുത്തത്. നമ്മുടെ ബഹുമാന്യനായ ഓർത്തഡോക്സ് പുരോഹിതൻ നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഏതാണ്ട് 10-12 ചോദ്യങ്ങൾ പ്രത്യക്ഷമായിട്ടും അല്ലാതെയും ഉണ്ട് ചോദ്യങ്ങൾ. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് നമ്മളിങ്ങനെ മറുപടി പറഞ്ഞു വരികയായിരുന്നു. അങ്ങനെ മറുപടി പറഞ്ഞു വന്നതിൽ കുറച്ച് ലഘുവായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം വളരെ ഊന്നി ചോദിച്ചതും ഗൗരവമായി ചോദിച്ചതുമായ ചോദ്യങ്ങളെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ മാമോദീസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് മറ്റ് ചില ചോദ്യങ്ങളുണ്ടായിരുന്നല്ലോ. ആ ചോദ്യങ്ങൾക്ക് ഇങ്ങനെ മറുപടി പറഞ്ഞ് പോവുകയായിരുന്നു. അതിൽ ലാസ്റ്റ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത മെസ്സേജിന് അതിനൊരു തംബ്നെയിൽ കൊടുത്തപ്പോൾ അതിൻ്റെ ഹെഡിങ്ങിൽ ഓർത്തഡോക്സ് കശീശയ്ക്കുള്ള മറുപടി എന്നാണ് എഴുതിയത്. അതിന് മുൻപുള്ള മെസ്സേജിൽ ഓർത്തഡോക്സ് വൈദികനുള്ള മറുപടി എന്നും അതിന് മുൻപ് ഒരെണ്ണത്തിൽ എനിക്ക് തോന്നുന്നത് ഓർത്തഡോക്സ് പുരോഹിതനുള്ള മറുപടി എന്നും നോക്കിയാൽ ഒരേ കളറിലും ഒരേ പാറ്റേണിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അത് ശ്രദ്ധിക്കാതെ പോകും, കേൾക്കാനായിട്ട് ഉത്സാഹിക്കില്ല. കാരണം അവരുടെ ഉള്ളിലൊരു ചിന്ത വരും, ഇത് ഞാൻ കേട്ടതാണല്ലോ എന്ന്. സാധാരണ അധികം ഇപ്പോൾ ഉപയോഗിക്കാത്തൊരു പദപ്രയോഗമാണ് കശീശ എന്നുള്ളത്. അത് നേരത്തെയൊക്കെ അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പുരോഹിതന്മാരെ അവർ കശീശമാരെന്ന് വിളിക്കും. അപ്പോൾ അത് ആ സമൂഹത്തിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അർത്ഥം വൈദികനെന്നേ ഉള്ളൂ. ചില സമയത്ത് മൽപ്പാൻ എന്നുള്ള പദമൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് സുറിയാനി ഭാഷയിൽ അധ്യാപകൻ അഥവാ ടീച്ചർ എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. നമ്മൾ ഈ മെസ്സേജുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹെഡിങ്ങുകൾ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത് തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് സഹോദരങ്ങൾ മനസ്സിലാക്കുക. ചിലർക്കൊന്നും ഇങ്ങനെയുള്ള വാക്കുകളുടെ അർത്ഥം അറിയില്ല. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൗരോഹിത്യ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പണ്ട് സമയത്ത് അങ്ങനെയൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മൾ പറഞ്ഞു പോയ കൂട്ടത്തിൽ അച്ഛൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടല്ലോ. അതായത് എന്തുകൊണ്ട് യെരുശലേം കൗൺസിലിൽ ഈ മാമോദീസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തർക്കം വന്നില്ല എന്നുള്ള ചോദ്യത്തിനൊക്കെ നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മുടെ ഭാഷയിൽ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അന്ന് ഇതൊരു ഡിസ്പ്യൂട്ട് ആയിരുന്നില്ല. ആ കാരണത്താൽ അന്ന് അത് പറയേണ്ട സാഹചര്യം വന്നില്ല. ചർച്ചക്കെടുക്കേണ്ട വിഷയം പോലും ആയി വന്നില്ല. 2-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ അങ്ങിങ്ങായി ഈ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തോലിക പിതാക്കന്മാരെയും സഭാപിതാക്കന്മാരെയും കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാനായ അച്ഛൻ പറയുകയുണ്ടായി. ഒത്തിരി പേരുടെ പേര് പറഞ്ഞിരുന്നു. അതായത് തെർത്തുല്യൻ്റെയും ഐറേനിയസിൻ്റെയും പിന്നെ അങ്ങനെ ഒത്തിരി പേരുടെ കാര്യങ്ങൾ. ആ സമയത്ത് നമ്മൾ ഒരു 3-4 പേരുടെ പേര് നമ്മുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിരുന്നു. ഈ ആളുകളൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് തർക്കമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് സഭാപിതാക്കന്മാരുടെ കാലത്ത് അനുകൂലമായും പ്രതികൂലമായും പറഞ്ഞ ആൾക്കാരുണ്ട്. അതേസമയം മാമോദീസായോടുള്ള ബന്ധത്തിൽ ആ സമയത്ത് പ്രചാരത്തിലിരുന്ന ഒരു വിശേഷപ്പെട്ട ബുക്കാണ് ഡിഡാക്കയുമായി ബന്ധപ്പെട്ട് മാമോദീസയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മളും ഒബ്ജക്ഷൻ പറഞ്ഞിരുന്നു. അതായത് മാമോദീസ അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ 3 ദിവസത്തെ ഉപവാസത്തിൻ്റെ കാര്യം അവിടെ പറയുന്നു. അത് എങ്ങനെ ബാലൻസ് ചെയ്യുമെന്നൊക്കെയുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു.
അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പറഞ്ഞ അപ്പോസ്തലിക പിതാക്കന്മാരെക്കുറിച്ച്, സഭാപിതാക്കന്മാരെക്കുറിച്ചും ഒക്കെ ഇടയ്ക്ക് ഒരു വിശദീകരണത്തിലേക്ക് പോയിരുന്നു. ആ വിശദീകരണത്തിന് നമ്മൾ മറുപടി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അതൊരു തൃപ്തികരമായ മറുപടി എന്നാണ്. എനിക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല. പക്ഷേ അച്ഛൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതായത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, ഒറ്റ സെൻറ്റൻസിലങ്ങ് പറഞ്ഞു വിടുക. അപ്പോസ്തലന്മാരുടെ ഒരു കാലം കഴിയുമ്പോൾ അപ്പോസ്തലിക പിതാക്കന്മാർ രംഗത്ത് വരുന്നു. അതായത് അപ്പോസ്തലന്മാരുടെ കൂടെ നടന്നവരെയാണ് അപ്പോസ്തലിക പിതാക്കന്മാരെന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പോസ്തലിക പിതാക്കന്മാരുടെ കൂടെ നടന്ന ആളുകൾ അവരുടെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അവരെയാണ് സഭാപിതാക്കന്മാരെന്നുള്ള നിലയിൽ വിളിക്കുന്നത്. അതായത് ഒരു 2-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ മുതൽ ഒരു 3-ാം നൂറ്റാണ്ട് ആ സമയത്തൊക്കെ അപ്പോസ്തലിക പിതാക്കന്മാരെക്കുറിച്ച് നമുക്ക് ധാരാളമായി കേൾക്കാനായിട്ട് കഴിയും. അപ്പം അച്ഛൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം, അല്ലെങ്കിൽ മൊത്തത്തിൽ പറയാം എപ്പിസ്കോപ്പൽ സമൂഹം, എല്ലാവരും വളരെ ഗൗരവമായിട്ടാണ് അപ്പോസ്തലിക പിതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും കോട്ടുകൾ എടുക്കുന്നത്. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിനൊക്കെ വലിയ പ്രാധാന്യമാണ് നിങ്ങൾ കൊടുക്കുന്നത്. നല്ലത് തന്നെ. ഞങ്ങളെ സംബന്ധിച്ച് അവരെല്ലാം ബഹുമാന്യരാണ്. അവരെയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഇടയിലും ബൈബിൾ സ്കൂളുകളുണ്ട്, ബൈബിൾ കോളേജുകളുണ്ട്, സെമിനാരികളുണ്ട്. അവിടെയൊക്കെ തടിച്ച പുസ്തകങ്ങളുണ്ട്. അവിടെ MTHും ഡോക്ടറേറ്റും ഒക്കെ ഉള്ള ആൾക്കാരാണ് പഠിപ്പിക്കുന്നത്. അല്ലാത്തവരൊക്കെ ഉണ്ടാകും. എന്നാൽ ഈ കാലത്ത് സെമിനാരികളിൽ പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ അവിടെയും മത്സരങ്ങളുണ്ടല്ലോ. ഏറ്റവും പഠനമുള്ള ആൾക്കാരെയാണ് അവരും അധ്യാപകരായിട്ട് നിയമിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നല്ല നിലയിൽ ആ പഠനത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഈ പഠനത്തിലേക്ക് പോകുന്ന അവരെല്ലാം സെറാംപൂറിൻ്റെ അണ്ടറിലാണ് ബഹുഭൂരിപക്ഷവും പഠിക്കുന്നത്. അല്ലാതെ വേറൊരു സംവിധാനമുണ്ട്, AT എന്ന് പറയുന്നത്. അതിൻ്റെ കീഴിൽ വന്നാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ. എല്ലാവരും ഏറെക്കുറെ ഈ കാര്യങ്ങളൊക്കെ, ഒട്ടുമുക്കാൽ കാര്യങ്ങളും അറിയും. ഓർത്തഡോക്സ് പുരോഹിതന്മാരൊക്കെ പഠിക്കുന്നതും സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. അവരുടെ പരിമല സെമിനാരിയോ അങ്ങനെ പല സെമിനാരികളുണ്ടല്ലോ, അതെല്ലാം സെറാംപൂറിൻ്റെ അണ്ടറിലാണെന്നാണ് എൻ്റെ ഒരു അറിവ്, എൻ്റെ ഒരു ബോധ്യം. അങ്ങനെയാണ്, അങ്ങനെ തന്നെ ആകാനാണ് സാധ്യതയും കൂടുതൽ. അതേപോലെ തന്നെ പെന്തിക്കോസ്തുകാരുടെ ഇടയിലും അത്തരത്തിലുള്ള സെമിനാരികളുണ്ട്. സാമാന്യം വലിപ്പമുള്ള സെമിനാരികളുണ്ട്. അതേസമയം അങ്ങനെ അത്രയും പറയാൻ പറ്റാത്ത ബൈബിൾ കോളേജുകളുമുണ്ട്. അവരിൽ പലരും ഒക്കെ AT എന്ന് പറയുന്നതിൻ്റെ അണ്ടറിലായിരിക്കും. എന്നാൽ ഈ പറയപ്പെട്ട വലിയ കോളേജുകളൊക്കെ, വലിയ സെമിനാരികളൊക്കെ സെറാംപൂറിൻ്റെ അണ്ടറിലാണ്. രണ്ടിടത്തെയും കരിക്കുലമൊക്കെ ഒന്ന് തന്നെ. രണ്ട് കൂട്ടരും വായിക്കുന്ന പുസ്തകവും എല്ലാം സമാന സ്വഭാവമുള്ള കാര്യങ്ങളല്ലേ, അല്ലാതെ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കുന്ന ഒരാൾ BAക്ക് പഠിക്കുകയാണെങ്കിൽ അത് കോട്ടയത്ത് പഠിച്ചാലും എറണാകുളത്ത് പഠിച്ചാലും ഒക്കെ ഒരേ കിതാബ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം ഈ കാര്യങ്ങൾ അറിയുന്നവർ തന്നെയാണ്. തിയോളജിയന്മാർ ഈ കാര്യങ്ങൾ അറിയാതിരിക്കുന്നില്ലല്ലോ, അവരറിയും. പക്ഷേ ലോക്കൽ ചർച്ചുകളിൽ തിയോളജിയന്മാർ അവരുടെ ആ തിയോളജിയിലുള്ള പ്രാഗൽഭ്യമൊന്നും അങ്ങനെ വെളിപ്പെടുത്താറില്ല. അതിപ്പോൾ ഓർത്തഡോക്സ് പുരോഹിതന്മാരും MTH ഒക്കെ പഠിച്ചവരാണെങ്കിലും അവരുടെ കുർബാന മധ്യയുള്ള പ്രസംഗത്തിലോ അല്ലെങ്കിൽ പെരുന്നാളുകളുടെ ഇടയിലുള്ള പ്രസംഗത്തിലോ മറ്റ് പ്രസംഗങ്ങളിലോ ഒന്നും തിയോളജി സംബന്ധമായ അറിവുകളൊന്നും അങ്ങനെ പറയാറില്ലല്ലോ. സാമാന്യ ജനത്തോട് അധികം അങ്ങനത്തെ കാര്യങ്ങൾ പറയാറില്ല. പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രേ ഉള്ളൂ. ഇതിലെ തിയോളജിയന്മാർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഞങ്ങളെപ്പോലെയുള്ള സാധാരണ സുവിശേഷകരായവർ, ലോക്കൽ ചർച്ചിൻ്റെ പാസ്റ്റേഴ്സ് ആയവർ അവിടെ വരുന്ന സാധാരണ വിശ്വാസികളോട് അധികം കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങൾ അങ്ങനെ പറയാറില്ല. അങ്ങനെ ഒത്തിരി കടുപ്പമുള്ള ഗ്രീക്കും കടുപ്പമുള്ള ഹീബ്രുവും പറയാറില്ല. അവരെ ഈ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും വിശുദ്ധ ജീവിതത്തിൽ അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുക എന്നുള്ളതിനാണ് ഊന്നൽ കൊടുക്കുന്നത്. അതേസമയം മറ്റു കാര്യങ്ങൾ പറയണ്ടെന്നല്ല. അപ്പോൾ അങ്ങനെ ഈ കാലഘട്ടത്തിൽ പല ശുശ്രൂഷകരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പിതാക്കന്മാരെയൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അവർക്കാർക്കും ഒരു മിസ്റ്റേക്കും ഒരിക്കലും പറ്റില്ല. അവർക്ക് തെറ്റാവരമുണ്ട് എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ പറഞ്ഞ സഭാപിതാക്കന്മാർക്കൊക്കെ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ അവർക്ക് സംഭവിക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആദ്യത്തെ നൂറ്റാണ്ടിൽ തിളങ്ങി നിന്നതും നിറഞ്ഞു നിന്നതുമായ അപ്പോസ്തലന്മാരെ കുറിച്ചിട്ടാണ്. ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്ന അപ്പോസ്തലന്മാർക്കാണ്. നിങ്ങൾ അത് കഴിഞ്ഞുള്ള കാലഘട്ടത്തിന് ഊന്നൽ കൊടുക്കുന്നു. നമുക്ക് ആ കാലങ്ങൾ അറിയണ്ടേ എന്നൊക്കെ അച്ഛനിടയ്ക്ക് ചോദിച്ചിരുന്നല്ലോ. അതെ, ആ കാലങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠനത്തിനെടുക്കും. അതിന് പഠനത്തിന് മാത്രം എടുക്കും, അല്ലാതെ അധികം ഊന്നൽ കൊടുക്കാറില്ല. ഊന്നൽ കൊടുക്കുന്നത് അപ്പോസ്തോലിക കാലഘട്ടത്തിനാണ്. അതായത് യോഹന്നാൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടം വരെയുള്ള കാര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം അവരെ പരിശുദ്ധാത്മാവ് നയിച്ച വിധങ്ങളും അവരിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടതായ വിശുദ്ധ തിരുവെഴുത്തുകൾ,
പഴയ നിയമ പുസ്തകം പോലെ തന്നെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നൊരു കാലമാണ് ആ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പുതിയ നിയമ പുസ്തകം ഈ നിഖയിൽ ആണ് ക്രോഡീകരിച്ചതെന്നൊക്കെയുള്ള ഒരു ചിന്ത പലർക്കും ഉണ്ട്. ഞങ്ങൾ അതും അങ്ങനെയൊന്നും അല്ല വിശ്വസിക്കുന്നത്. അവിടെ അങ്ങനത്തെ ചർച്ച വന്നു, 27 പുസ്തകങ്ങളെ അംഗീകരിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിന് മുൻപ് തന്നെ 27 പുസ്തകങ്ങളെ സഭ അംഗീകരിച്ചിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഈ 27 പുസ്തകത്തിൻ്റെ പ്രസക്തി സഭ അംഗീകരിച്ചിരുന്നു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അവരുടെ ആ കാലശേഷം തൊട്ടടുത്ത് വരുന്ന സമയങ്ങളിലൊക്കെ അവരോട് കൂടെ നടന്ന സന്തത സഹചാരികളായവർ ഈ 27 പുസ്തകത്തിന് തന്നെയാണ് ഗൗരവം കൊടുത്തത്. ഇതിന് വെളിയിലുള്ള പുസ്തകങ്ങളൊന്നും ദൈവനിശ്വാസ്യമായിട്ട് അവർക്ക് ആർക്കും തോന്നിയില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ പറയപ്പെട്ട രീതിയിൽ അപ്പോസ്തലന്മാർക്കും ആ കാലഘട്ടത്തിലെ ശുശ്രൂഷകൾക്കും എല്ലാം പ്രാധാന്യം കൊടുക്കുന്നു. പുതിയ നിയമസഭ എങ്ങനെയാണ് ചലിക്കേണ്ടതെന്നുള്ള അവസാന വാക്കുകളും പറഞ്ഞു കഴിഞ്ഞു. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളും കൂടെ എഴുതി വെച്ചു കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരു പുസ്തകം എഴുതാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനും ആരെയും അങ്ങനെ നിയോഗിച്ചിട്ടില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞതും എഴുതി വെച്ചതുമായ കാര്യങ്ങളെയെല്ലാം വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു പിന്നീടുള്ള പിതാക്കന്മാരെല്ലാം ചെയ്തിരുന്നത്. അങ്ങനെയായിരുന്നു സഭ മുൻപോട്ട് പോയത്. ഇത്രയൊക്കെയാണ് എനിക്ക് ആ കാലഘട്ടത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചുരുക്കി പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിഷയത്തിലേക്ക് വരികയാണ്. ഇനി അച്ഛൻ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായ ആദ്യത്തെ 3 ചോദ്യങ്ങളുണ്ട്. അതിലേക്കാണ് ഞാൻ വേഗം ഓടിക്കയറുവാനായിട്ട് പരിശ്രമിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്നാനം നൽകരുതെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകരുതെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് തൊട്ട് ചേർന്ന് അതിനോടുകൂടെ ചില കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുമ്പ്. അവിടെ അച്ഛൻ പറയുന്നത് അതുപോലെ പല കാര്യങ്ങളെയും കുറിച്ച് കർത്താവ് വിരോധിച്ചിട്ടുണ്ട്. പിന്നീട് പൗലോസിൻ്റെ ലേഖനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പൗലോസും പല കാര്യങ്ങളെയും കുറിച്ച് വിരോധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല അരുതുകളെക്കുറിച്ചും അതരുത് ഇതരുതെന്നൊക്കെ പൗലോസും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കരുതെന്നുള്ള വാക്യമോ മുറിവാക്യമോ ഉണ്ടോ? അതാണ് അച്ഛൻ ചോദിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പല അരുതുകളെക്കുറിച്ചും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പറയുന്നുണ്ട്. പുരുഷൻ മുടി നീട്ടരുത്, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും വിലക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. പുരുഷൻ മുടി നീട്ടരുതെന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ, പുരുഷൻ തൻ്റെ തല മറയ്ക്കരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അച്ഛനത് സന്ദർഭവശാൽ മറന്നുപോയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊക്കെയോ കാരണങ്ങളാൽ തിരക്കിട്ട് യൂട്യൂബിൽ മെസ്സേജൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറയാനായിട്ട് വിട്ടുപോയതാണ്. ഞാനായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയും കൂടെ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലുണ്ട്. അച്ഛൻ പറഞ്ഞതിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുരുഷൻ മുടി നീട്ടരുത് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതെല്ലാം അരുതുകളല്ലേ? അച്ഛൻ ആ വിഷയം സ്ഥാപിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. പല അരുതുകളും പൗലോസും പത്രോസും അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഒരു അരുത് എന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ സന്ദർഭവശാൽ നമ്മൾ ആ കാര്യം ഒന്ന് ചെറുതായിട്ടൊന്ന് റേസ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് തന്നെ പോകാം. അതായത് കൊരിന്ത്യർ ലേഖനത്തിൽ പുരുഷൻ മുടി മറയ്ക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ പക്കായാണ്, കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സംശയത്തിനൊരിടയില്ല. സ്ത്രീകൾ മുടി മറയ്ക്കണമോ എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ തല മറയ്ക്കണമോ എന്ന കാര്യത്തിൽ തർക്കവിതർക്കങ്ങളുണ്ട്. അതെല്ലാ കൂട്ടങ്ങളിലൊക്കെ ഉണ്ട്. വിശേഷിച്ച് പൗരസ്ത്യ സഭകൾ ആ കാര്യത്തിൽ ഊന്നൽ കൊടുക്കുന്നുണ്ട്, സ്ത്രീകൾ തല മറയ്ക്കണമെന്നുള്ളത്. അത് വളരെ ശ്ലാഘനീയമായൊരു കാര്യം തന്നെയാണ്. അതേസമയം കാത്തലിക് ചർച്ചിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾക്ക് തല മറയ്ക്കണമെങ്കിൽ മറയ്ക്കാം, മറയ്ക്കണ്ട അത്രയേ ഉള്ളൂ. അതേസമയം പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന കൂട്ടരുടെ ഇടയിൽ അവരും വളരെ നിഷ്കർഷയോടുകൂടി തന്നെയാണ് പറയുന്നത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആത്മീയ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്ന സഹോദരിമാർ അവരുടെ തല മറയ്ക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം ഈ പെന്തിക്കോസ്തിൻ്റെ അസൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. കണ്ട ഒരുപോലെ തന്നെ ഇരിക്കും. ചേട്ടനാണോ അനിയനാണോ എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ ഒരേപോലെ ഒരമ്മ പെറ്റതുപോലെ ഇരിക്കും. അതാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയും. അമേരിക്കയിൽ മുളച്ച് പൊന്തി വന്നതാണ്. അവരുടെ കുഞ്ഞുങ്ങൾ ലോകം മുഴുവനും ഇങ്ങനെ പെറ്റുപെരുകി വന്നിട്ടുണ്ട്. മലയാളക്കരയിലും ധാരാളമുണ്ട്. കോട്ടയത്തൊക്കെ അതിൻ്റെ വില്ലന്മാരുണ്ട്, വലിയ കേമന്മാരുണ്ട് അതിൻ്റെ ആൾക്കാർ, ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാർ. അവർക്ക് സ്ത്രീകൾ തലയിൽ തുണിയിടുന്നതോ തല മറയ്ക്കുന്നതോ കണ്ടാൽ
പെട്ടെന്ന് BP കൂടും എന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര ദേഷ്യം ആ കൂട്ടർക്കൊക്കെ. അവരെല്ലാം ഈ കാത്തലിക് ചർച്ചിനെയാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തലമറയ്ക്കുന്നതിന് ഞാൻ അധിക സമയമെടുക്കുകയല്ല. എങ്കിലും നിങ്ങൾ ഈ കറുത്ത തൊപ്പിയൊക്കെ വെച്ച് തലമറച്ച് നിൽക്കുന്നതിന് നിങ്ങൾക്ക് ന്യായം ഉണ്ടാവും, ന്യായമായിട്ട് ന്യായം ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. എന്തെങ്കിലുമൊക്കെ പഴുതുകൾ കാണും, നിങ്ങളതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളുടെ മെത്രാന്മാരെല്ലാം ഈ എപ്പോഴും ഇത് മൂടി വെച്ചുകൊണ്ട് പോകുന്നതൊക്കെ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ന്യായം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അത് ദൈവസന്നിധി പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം നമുക്കാർക്കും പറയാൻ പറ്റില്ലല്ലോ. അന്നാളിൽ അതെല്ലാം വെളിപ്പെടും. ഓക്കെ, അപ്പോൾ അരുതിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാനതങ്ങ് വിട്ടേക്കാം. അച്ഛൻ പറഞ്ഞതെല്ലാം നോട്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് അങ്ങനെ ആ കാര്യമൊക്കെ പറയാനിടയായത്. അടുത്തൊരു കാര്യം കൂടെ ആ കൂടെ ചേർത്ത് പറയുന്നത്, കുഞ്ഞുങ്ങളെ കുറേ നാളത്തേക്ക് മാറ്റി നിർത്തണം, അവർക്ക് അറിവാകുന്നത് വരെ, വിശ്വാസം ഏറ്റുപറയുവാൻ കഴിയുന്നത് വരെ മാറ്റി നിർത്തണം എന്നത് എന്തസംബന്ധമാണെന്നാണ് ചോദിക്കുന്നത്. എന്തസംബന്ധമാണ്? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ അനുബന്ധങ്ങളാണതല്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താ? കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്നാനം നൽകരുതെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, വിശ്വസിക്കുവാൻ പ്രായമായവർക്ക് മാത്രമേ സ്നാനം നൽകാവൂ എന്ന് വാക്യമുണ്ടോ? വാക്യമോ മുറിവാക്യമോ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. പ്രായമായവർക്ക് മാത്രമാണ് സ്നാനം കൊടുക്കാവൂ എന്ന് വാക്യമുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ മുടക്കുന്ന വാക്യങ്ങൾ പരോക്ഷമായിട്ടെങ്കിലും വിശുദ്ധ ബൈബിളിലുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആത്മീയ അനുഭവങ്ങളിലേക്ക് വന്ന് ആ വാക്തത്വങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം അവരെ വിലക്കുന്നതായ വാക്യങ്ങൾ പരോക്ഷമായിട്ടെങ്കിലും ബൈബിളിലുണ്ടോ എന്നാണ് ചോദ്യം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ 3 ചോദ്യത്തിനും ഏതാണ്ടൊരു സമാന സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ 3 ചോദ്യങ്ങളെയും കൂടെ ഒരുമിച്ച് ചേർത്ത് നിർത്തി നമുക്കങ്ങ് അഡ്രസ്സ് ചെയ്ത് പോകാമെന്ന് അന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ 3 ചോദ്യങ്ങളും അന്ന് എടുക്കാതിരുന്നത്. അന്ന് പറഞ്ഞ സമയങ്ങളിലൊക്കെ വളരെ സമയക്കുറവുകളായിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് കടക്കാൻ പറ്റാതെ പോയത്. കാരണം ഇതിലേക്ക് കടന്നാൽ ഇത് ചിലപ്പോൾ തീരാൻ സാധ്യത കുറവാണ്. ഇന്ന് നമുക്ക് പറഞ്ഞ് അങ്ങനെ തീർത്തു കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. അങ്ങനെ വന്നാലത് അടുത്ത ദിവസത്തിലേക്ക് ബാലൻസ് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മറ്റു വിഷയങ്ങൾ ആദ്യം ആ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞ് അങ്ങ് വിട്ടത്. ഇപ്പോൾ ഇതൊരു സീരിയസ് ആയ വിഷയമാണ്. അച്ഛൻ ചോദിച്ച ചോദ്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്, സീരിയസ് ആയ വിഷയമാണ്. ഈ ചോദ്യത്തിന് എല്ലാം കൂടെ ഒറ്റ വാക്കി മറുപടി പറഞ്ഞാൽ അങ്ങനൊരു വാക്യം ബൈബിളിലില്ല. കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുക്കണമെന്നോ കൊടുക്കരുതെന്നോ ഒരു വാക്യം ബൈബിളിലില്ല. ബൈബിളിലുള്ള വാക്യം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന കാര്യമുണ്ട്. നിങ്ങൾ ഭൂതലത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. ഗുഡ് ന്യൂസ് അത് അറിയിക്കണം സകല സൃഷ്ടികളോടും. സകല സൃഷ്ടികളോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരോടെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം, അല്ലാതെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ ബാക്കിയല്ല. മൃഗങ്ങളോട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സകല മനുഷ്യരോടും സുവിശേഷം അറിയിക്കണം, സുവിശേഷം അറിയിച്ച് അവരെ ശിഷ്യരാക്കണം. അത്തരക്കാരെയാണ് നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ കൊടുക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി അവിടെ പറയുന്നുണ്ട്. അനുബന്ധമായി പറയാവുന്ന വാക്യമാണ് മർക്കോസ് 16:16. ആ വിഷയം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അച്ഛനത് ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയില്ല. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ മുന്നമേ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ള, അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളൊക്കെ നടക്കുമെന്നുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ആ വാക്യം എടുക്കുന്നില്ലെന്നുള്ളതിന് ആ വിഷയത്തിന് നമ്മൾ വളരെ കൃത്യമായും സ്പഷ്ടമായും മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. അത് യൂട്യൂബിൽ ആ മെസ്സേജുകൾ കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കാര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു അങ്ങനെ വാക്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ പരിഗണിക്കുന്നത്? നമ്മൾ ഈ കാര്യങ്ങളുടെ ഗൗരവത്തിലേക്ക് എങ്ങനെ പോകുമെന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടുമ്പോൾ നമ്മൾ പുതിയ നിയമ സഭയും സഭയിലെ ശുശ്രൂഷകളും അപ്പോസ്തലന്മാർ എങ്ങനെയാണ് ചലിച്ചത്, സഞ്ചരിച്ചത്, അവരുടെ ശുശ്രൂഷയുടെ പാറ്റേൺ എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുന്ന അതല്ലേ. അവരുടെ ശുശ്രൂഷകളും കാര്യങ്ങളും അന്വേഷിക്കാതെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള അപ്പോസ്തലിക പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തു, സഭാപിതാക്കന്മാർ ഇങ്ങനെ ചെയ്തു, പൂർവ്വപിതാക്കന്മാർ അങ്ങനെ ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? അതൊന്നുമല്ല ആധികാരികത. ഇപ്പം ഞങ്ങൾക്കാണേലും അങ്ങനെ പറയാൻ കഴിയും. ഈ പെന്തിക്കോസ്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ വളരെ ബഹുമാന്യരായ ശുശ്രൂഷകർ ആദ്യകാലങ്ങളിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അവരെയൊക്കെ പെന്തിക്കോസ്തിൻ്റെ പൂർവ്വപിതാക്കന്മാരെന്നൊക്കെ ആളുകൾ പറയും. അവർക്കൊന്നും തെറ്റാവരമൊന്നുമില്ല. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ദൈവനിശ്വാസ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
പരിശുദ്ധാത്മാവരെ ഉപയോഗിച്ച് അവരിലൂടെ ദൈവവചനം പങ്കുവെക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് വിശുദ്ധ തിരുവെഴുത്ത് പോലെ അവർ എഴുതിയതോ പറഞ്ഞതോ ആയ കാര്യങ്ങളൊക്കെ അതായത് അവർക്ക് പ്രകാശിച്ച് കിട്ടിയ കാര്യങ്ങളെന്ന് പറയും. എൻലൈറ്റൻഡ് ആയിട്ട് അവരുടെ ഉള്ളിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ അവർ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചു. മറ്റുള്ളവർക്ക് അത് പ്രയോജനമായി. അത് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പൂർവന്മാരായ പിതാക്കന്മാർക്ക് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അവർ കൂട്ടു സഹോദരങ്ങളുമായി മറ്റു പ്രിയപ്പെട്ടവരുമായി പങ്കുവെച്ചു. ദൈവവചനത്തിൻ്റെ ആഴങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിച്ചെടുത്തു. അതേസമയം അപ്പോസ്തലന്മാരുടെ കാലത്ത് അങ്ങനെയല്ല. അവർക്ക് പ്രകാശിച്ച് കിട്ടിയെന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അവരിലൂടെ വെളിപ്പെട്ടത് ദൈവനിശ്വാസ്യമാണ്. അത് ദൈവനിശ്വാസ്യമാണ്. കേവലം വചനം പ്രകാശിച്ച് കിട്ടുകയല്ല, പകരം വചനം അവരിലൂടെ വെളിപ്പെട്ടു വന്നു. അത് ദൈവനിശ്വാസ്യമാണ്. ആ ദൈവനിശ്വാസ്യമായ വചനങ്ങളും പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരുന്ന് ചെയ്തതുമായ കാര്യങ്ങളെയെല്ലാം എഴുതി വച്ചിരിക്കുകയാണല്ലോ. അതിനെയാണല്ലോ നമ്മൾ പുതിയ നിയമത്തിലെ രേഖകൾ എന്നുള്ള നിലയിൽ എടുക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തുകൾ തന്നെയാണത്, വിശുദ്ധ രേഖകൾ തന്നെയാണത്, പരിശുദ്ധാത്മാവിൻ്റെ കയ്യൊപ്പുള്ള രേഖകൾ തന്നെയാണ്. ഈ പറയപ്പെട്ട പുസ്തകങ്ങളെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ ഇടക്കാലത്ത് ഒരു കോറെപ്പിസ്കോപ്പയുമായിട്ട് സംസാരിക്കാനിടയായി. അദ്ദേഹം യാക്കോബായ സമൂഹത്തിലെ ഒരു കോറെപ്പിസ്കോപ്പയാണ്. സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വെളിപ്പാട് പുസ്തകം അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിനെ തള്ളിക്കളഞ്ഞു എന്നല്ല, ഞങ്ങൾ അതിൽ നിന്ന് വായനയ്ക്കായിട്ടൊരു കാര്യങ്ങളും എടുക്കാറില്ല. അതിനെ ഒരു ഒഥൻറ്റിക്കായ ബുക്ക് എന്നുള്ള നിലയിൽ ഇപ്പോഴും തീർത്തും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ള നിലയിലാണ് സിറിയൻ സമൂഹത്തിൽപ്പെട്ട അദ്ദേഹം എന്നോട് പറയാനിടയായത്. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരം വന്നു. അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ശാന്തമായി ഇങ്ങനെ മറുപടി പറഞ്ഞ് വന്ന കൂട്ടത്തിലാണ് പറഞ്ഞത്, ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എടുക്കുന്നതെന്ന്. ഞങ്ങളെ സംബന്ധിച്ച് അതെല്ലാം ദൈവനിശ്വാസ്യമാണ്. ഈ 27 പുസ്തകത്തിൻ്റെ ഭാഗമാണ് വെളിപ്പാട് പുസ്തകം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലൊരു തോട്ടത്തിലാണ് കാര്യങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു തോട്ടത്തിലാണ് കാര്യങ്ങൾ അവസാനിക്കുന്നത്. അവിടെ മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന നിലയിലാണ് കാര്യങ്ങളെ കാണുന്നത്. അപ്പം മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നതുകൊണ്ട് ഞങ്ങളെ മണ്ടന്മാരെന്ന് മുദ്രകുത്തണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ആകാം, എങ്ങനെ വേണേലും വിളിച്ചോ, പോച്ചന്മാരെന്നോ പോട്ടന്മാരെന്നോ എങ്ങനെ വേണേലും വിളിച്ചോ. ഞങ്ങളതെല്ലാം ദൈവനിശ്വാസ്യമാണെന്ന് വിശ്വസിക്കുന്നു. മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ, അതുപോലെ സംഭവിച്ച കാര്യങ്ങൾ ആദ്യത്തെ ഒരു 3 അധ്യായത്തിലുണ്ട്. അതൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അപ്പം പറഞ്ഞു വരുന്നത്, അപ്പോസ്തലന്മാരുടെ കാലത്ത് അവർ ചെയ്ത ശുശ്രൂഷകളും കാര്യങ്ങളും അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെ രൂപീകരിക്കുന്നത്. അതായത് ദൈവരാജ്യ പ്രവേശനം എന്നുള്ളതാണ് ഗൗരവമായ വിഷയം, ദൈവരാജ്യ പ്രവേശനം. അപ്പോൾ അതിൽ നമ്മൾ തമ്മിലുള്ള ഒരു വലിയ ഡിസ്പ്യൂട്ട് നിൽക്കുന്ന 2 അധ്യായങ്ങളുണ്ട്. 2 അധ്യായങ്ങൾ. അത് ഒന്ന് യോഹന്നാൻ 3 ഒരു കാലത്ത് നമ്മൾ തമ്മിൽ ചേരാത്ത വിഷയങ്ങളാണ് യോഹന്നാൻ 3 യോഹന്നാൻ 6 2 അധ്യായങ്ങൾ. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഇടയിലുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. യോഹന്നാൻ 3 യോഹന്നാൻ 6. യോഹന്നാൻ 3 പ്രത്യേകത എന്ന് പറയുന്നത്, കർത്താവിൻ്റെ അടുക്കൽ വന്ന നിക്കോദീമോസിനോട് കാര്യമാത്ര പ്രസക്തമായി കാര്യങ്ങൾ പറയുകയാണ്. നിക്കോദീമോസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കർത്താവ് മറുപടി പറഞ്ഞു വരുമ്പോൾ പുതുതായി ജനിക്കണമെന്നുള്ള കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് സംശയമായി. അതിൻ്റെ വിശദീകരണത്തിലേക്ക് വന്നു. അതായത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ആ കാര്യം നിങ്ങൾക്ക് തിരിഞ്ഞതും ഞങ്ങൾക്ക് തിരിഞ്ഞതും 2 രീതിയിലാണ്. 2 രീതിയിലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് മൊത്തത്തിലൊരു പഠനമുണ്ട് ഞങ്ങൾക്ക്. അതിൽ പല കാര്യങ്ങളും മെറ്റഫോറിക്കലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അലങ്കാര ഭാഷ അധികമായിട്ടുള്ളൊരു പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ അതിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ വാതിലാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ യേശുക്രിസ്തുവിനെ അക്ഷരീയമായൊരു വാതിലായിട്ടല്ല കാണുന്നത്. അതിന് വളരെ മനോഹരമായൊരു പഠന വിഷയമാണ് ഞങ്ങൾക്കത്. ഞാൻ വാതിലാകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാനാകുന്നു സത്യം എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം പഠന വിഷയങ്ങളാണ്, ഗൗരവതരമായ പഠന വിഷയങ്ങളാണ്. ഞാൻ നല്ല ഇടയനാകുന്നു. അതുപോലെ യേശുക്രിസ്തുവിനെ ഒരു കുഞ്ഞാടെന്നുള്ള നിലയിൽ യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്. ദൈവ കുഞ്ഞാടെന്നുള്ള നിലയിൽ. യേശുക്രിസ്തു കുഞ്ഞാടൊന്നുമല്ല, പക്ഷേ ആ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് കൊണ്ടുവരുന്നത് പഴയ നിയമത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്. ഏകദേശം 1445 വർഷം ഇസ്രായേൽ പിന്തുടർന്ന ന്യായപ്രമാണ സംബന്ധിയായ
ആ ശുശ്രൂഷകൾ, വിശേഷാൽ അതിലെ യാഗാദി കർമ്മങ്ങൾ, അവിടെ ഹോമയാഗം അർപ്പിക്കാനായിട്ട് 2 ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അതായത് നിരന്തര ഹോമയാഗത്തോടുള്ള ബന്ധത്തിൽ പ്രഭാതയാഗത്തിനും സന്ധ്യായാഗത്തിനും 2 ആട്ടിൻകുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. ആ 2 ആട്ടിൻകുട്ടികളെ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. ആ 2 ആട്ടിൻകുട്ടികളെ അങ്ങനെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും കാണാൻ കഴിയും. യോഹന്നാൻ സ്നാപകൻ കടന്നു പോകുന്ന യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടെന്ന്. അടുത്ത സെക്കൻഡിൽ പിന്നെയും പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. അതായത് പുറപ്പാട് പുസ്തകത്തിൽ നിരന്തര ഹോമയാഗത്തോടുള്ള ബന്ധത്തിൽ പ്രഭാതത്തിലും സന്ധിക്കും നടക്കുന്ന ഹോമയാഗങ്ങളോടുള്ള ബന്ധത്തിൽ 2 ആട്ടിൻകുട്ടിയെ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രായശ്ചിത്ത യാഗത്തോടുള്ള ബന്ധത്തിൽ, അഥവാ അറ്റോൺമെൻറ്റ് ഡേയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ മഹാപാപപരിഹാര ദിവസം എന്നും പറയും, ആ ദിവസത്തോടുള്ള ബന്ധത്തിൽ പല ശുശ്രൂഷകൾ അവിടെ നടക്കും. കാളയെ ഇറക്കുന്നുണ്ട്, ആടിനെ ഇറക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. വിശേഷാൽ 2 ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നൊരു കാര്യം നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. 2 ആട്ടിൻകുട്ടിയെ, അതിൽ ഒന്നിനെ അറുത്ത് അതിൻ്റെ രക്തവുമായിട്ടാണ് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നത്. എന്നാൽ 2-ാമത്തെ ആട്ടിൻകുട്ടിയെ അറുക്കുന്നില്ല. പകരം ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ ഈ ആട്ടിൻകുട്ടിയുടെ തലമേൽ കൈവച്ച് ഇസ്രായേലിൻ്റെ സകല പാപവും ശാപവും അതിൻ്റെ മേൽ ആരോപിച്ച് അതിൻ്റെ മേൽ ചുമത്തിയിട്ട് അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇസ്രായേലിൻ്റെ പാപത്തെയും ശാപത്തെയും എല്ലാം ആടിൻ്റെ മേൽ ആരോപിച്ചുകൊണ്ട് ആടിനെ മരുഭൂമിയിലേക്ക്, അനന്തതയിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിടും. അത് കൈവിടപ്പെട്ടു പോയ ഒരാടെന്നുള്ള നിലയിൽ അങ്ങനെ പോവുകയാണ്. ആരാലും പരിരക്ഷ ലഭിക്കാത്ത നിലയിൽ അതങ്ങനെ പോവുകയാണ്. കൈവിടപ്പെട്ടു പോയൊരു ഒരു അവസ്ഥയാണത് കാണിക്കുന്നത്. അതാണ് യോഹന്നാൻ പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടെന്ന് പറയുന്ന 2-ാമത്തെ ആടാണ്. ആ 2-ാമത്തെ ആടിനെ നമ്മൾ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ കാണുന്നത് അസാസേലിന് ചീട്ടു വീണ ആടെന്നുള്ള നിലയിലാണ്. ആ ആടിനെയാണ് മരുഭൂമിയിലേക്ക് അയക്കുന്നത്, മറ്റൊരാടിനെയാണ് അറുക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ബലിമരണവുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് അലങ്കാര ഭാഷയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത്രയും നീണ്ടുപോയത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് യേശുക്രിസ്തുവിനെക്കുറിച്ച് പല കാര്യങ്ങളും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിൽ യോഹന്നാൻ 3-ൽ പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മാമോദീസയ്ക്ക് ഈ കാര്യങ്ങൾ പറയണമെന്ന് ചോദിച്ചാൽ നിശ്ചയമായും പറയണം. ഞങ്ങളിത് അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ മറുപടി പറഞ്ഞു തുടങ്ങിയ ചില മെസ്സേജുകൾക്ക് മുൻപ് ഇങ്ങനൊരു വിഷയം വിശദമായി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ജനനം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആ കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ഓടിച്ചത് 2 വാക്കുകൾ പറയുകയാണ്. നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറയുന്നതിന് നിങ്ങൾ അവിടെ എടുക്കുന്നത് അക്ഷരികമായി വെള്ളത്തെയാണ്. മാമോദീസായിൽ വീണ്ടും ജനനം എന്നുള്ളതാണ് നിങ്ങളെടുക്കുന്നത്. ബാപ്റ്റിസമൽ റീജനറേഷൻ എന്നുള്ളതാണ് നിങ്ങളെടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ അങ്ങനെ എടുക്കില്ല. കാരണം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ചിട്ടുള്ള നിക്കോദീമോസിനോട് കർത്താവ് ഈശോ മിശിഹ പറയാണ് വീണ്ടും ജനിക്കണമെന്ന്. ഓൾറെഡി ആ മനുഷ്യൻ ഈ ഭൂമി പിറന്നതാണല്ലോ, ജനിച്ചതാണ്. ഇനിയും ജനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അക്ഷരീക ജനനമല്ലല്ലോ. അക്ഷരീകമായി അദ്ദേഹം ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുകയല്ലേ. ഇനിയും അങ്ങനത്തെ ഒരു ജനനത്തിൻ്റെ കാര്യമല്ല, വിശേഷപ്പെട്ടൊരു ജനനമാണ് ആ പറയുന്നത്. വളരെ വിശേഷപ്പെട്ടൊരു ജനനം. അത് ദൈവരാജ്യ സംബന്ധിയായ ഒരു ജനനമാണ്, ഒരു സ്വർഗീയമായ ജനനമാണ്. വീണ്ടും ജനനം അഥവാ പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. കുറച്ച് വെള്ളം ഏതെങ്കിലും കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ കൈ വിറപ്പിച്ചിട്ടൊന്നും തളിച്ചിട്ട് കാര്യമില്ല. വെള്ളം തളിച്ചിട്ട് വിറപ്പിക്കുകയോ അതിന് മുമ്പ് വിറപ്പിക്കുകയോ എങ്ങനെ വിറപ്പിച്ചിട്ടും കാര്യമില്ല. അതിൻ്റെയൊക്കെ അർത്ഥതലങ്ങൾക്ക് അടുത്തടുത്ത ഭാഗങ്ങളിലേക്ക് പോകണം. ഞങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ ഓർത്തഡോക്സ് കാത്തലിക് അതിലെ പ്രമുഖ തിയോളജിയന്മാരോ അല്ലെ പണ്ഡിതന്മാരും ഒക്കെ പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ അടുത്ത വാക്യം നോക്കൂ, കീഴെയുള്ള വാക്യം നോക്കൂ, മേലെയുള്ള വാക്യം നോക്കൂ. ഒരു വാക്യം കൊണ്ട് നിങ്ങൾ കാര്യം പറയാൻ വരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. യോഹന്നാൻ 3-ന്റെ 3-ഓ 3-ന്റെ 5-ഓ മാത്രം വെച്ചിട്ട് വീണ്ടും ജനനം പറയാൻ കഴിയില്ല. വീണ്ടും ജനനത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകണമെങ്കിൽ അടുത്തടുത്തടുത്ത പല പുസ്തകങ്ങളുണ്ട്, പല ഭാഗങ്ങളുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ കടന്നുപോയി അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വീണ്ടും ജനനം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. വളരെ രസകരമായൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ സാധാരണ വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അത് അംഗീകരിക്കുന്ന പുരോഹിതന്മാർ ഓർത്തഡോക്സിലുണ്ട്. പക്ഷെ അവർ പബ്ലിക്കായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. എനിക്കറിയാം.
അവർ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ പിന്നെ അവർ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവർ പബ്ലിക്കായിട്ട് പറയുകയാണതേ ഇത് ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം എങ്ങനെ കുർബാനയല്ലോ, അടുത്ത ദിവസം കാര്യങ്ങൾ എങ്ങനെ പറയും? ഞങ്ങളെ സംബന്ധിച്ച് അവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ പച്ച വെള്ളമല്ല, ഏതെങ്കിലും തോട്ടിലോ പുഴയിലോ കുളത്തിലോ ഫിൽട്ടർ ചെയ്ത വെള്ളമോ ഇതൊന്നുമല്ല വെള്ളം. ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും വെള്ളത്തിന് ഏതെങ്കിലും ഒരു മനുഷ്യനെ പുതുതായിട്ട് ജനിപ്പിക്കാമെന്നോ ദൈവരാജ്യത്തിൽ എത്തിക്കാമെന്നോ ഒക്കെ കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന് കഴിയുന്നത് വിശുദ്ധ വചനത്തിനാണ്. വചനത്താൽ വീണ്ടും ജനിക്കണം. അവിടെ വെള്ളം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്, വചനത്താലാണ് വീണ്ടും ജനനം. അതിനെ സാധൂകരിക്കുന്ന വാക്യങ്ങളുണ്ടല്ലോ, ആ വാക്യങ്ങളൊക്കെ നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? 1 പത്രോസ് 1:23 നമുക്കറിയാം, കെടുന്ന ബീജത്താലല്ല കെടാത്ത ബീജത്താലാണ് വീണ്ടും ജനിക്കുന്നത്, അല്ലെങ്കിൽ വിത്തിനാലാണ് വീണ്ടും ജനിക്കേണ്ടത് എന്ന് വളരെ സ്പഷ്ടമായിട്ട് ദൈവസഭയുടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ അധികാരം, ആ താക്കോൽ ഉപയോഗിച്ച് ഏകദേശം 3000-ഓളം ആളുകളെ തുടക്ക സമയത്ത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ച പത്രോസ് തന്നെയാണ് വളരെ സ്പഷ്ടമായിട്ട് ആസിയിലും പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളായ വിശുദ്ധന്മാരോട് പറയുന്നത് ഇതാണ് പാറ്റേൺ. വചനത്താലാണ് വീണ്ടും ജനിക്കേണ്ടത്. ലോകത്തിലുള്ള എല്ലാ വിത്തുകളും കെട്ടുപോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് ഒരു നാളും ഉതിർന്നു പോകുന്നില്ല, നശിച്ചു പോകുന്നില്ല. ആ വചനമാകുന്ന വിത്ത് ഒരുവൻ്റെ ഉള്ളിൽ വരണം. അങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നതെന്ന് വളരെ സ്പഷ്ടമായിട്ട് പത്രോസ് പറയുന്നു. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ വരുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമുണ്ട്, ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു എന്നുള്ളതാണല്ലോ അവിടുത്തെ വിശദീകരണം. അപ്പോൾ അവിടെ വിത്തെന്ന് പറയുമ്പോൾ ആ വിത്തിനെ വചനത്തോട് ചിത്രീകരിക്കുകയാണ്. വിത്തെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെയാണ് കാണിക്കുന്നതെന്ന്. അതിനൊരു വ്യാഖ്യാനത്തിൻ്റെയോ ഒരു വിശദീകരണത്തിൻ്റെയോ ആവശ്യമില്ല. കാരണം അവിടെ സുവിശേഷം എഴുതിയ ലൂക്കോസ് സ്പഷ്ടമായിട്ട് പറയുകയാണ് വിത്തെന്ന് പറയുന്നത് വചനമാണെന്ന്. പത്രോസ് അത് തന്നെയാണ് പറയുന്നത്, ഈ വചനമാകുന്ന വിത്ത് കെട്ടുപോകുന്നതല്ല. ലോകത്തിലുള്ള എല്ലാ വിത്തുകളും കെട്ടുപോകും, എന്നാൽ വചനമാകുന്ന വിത്ത് ഒരു നാളും കെട്ടുപോകില്ലെന്നുള്ളതാണ് പത്രോസ് പറയുന്നത്. ഇനി യാക്കോബ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? തൻ്റെ ലേഖനത്തിൽ, തൻ്റെ ഒരേ ഒരു ലേഖനം, അതിലെ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, സത്യത്തിൻ്റെ വചനത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. സത്യത്തിൻ്റെ വചനത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് യാക്കോബ് പറയുന്നത്. ഇനിയും പല വാക്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, പല വാക്യങ്ങളുമുണ്ട്. അപ്പോൾ പ്രാരംഭത്തിൽ ഞങ്ങൾ പറയുകയാണ്, യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നമ്മൾ തമ്മിൽ അടിസ്ഥാനപരമായി തെറ്റിക്കിടക്കുകയാണ്. രണ്ട് കൂട്ടരും തമ്മിൽ ഒരു ചേർച്ചയുമില്ല. ഇനി അങ്ങോട്ട് ഒരു കാര്യത്തിലും ചേർച്ചയില്ല. ചിലരൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ ഇടയിലുള്ള ആളുകളാണ്, പൊതുവെ ഈ പറയപ്പെട്ട ഓർത്തഡോക്സ് കാത്തലിക് സമൂഹങ്ങളൊക്കെ ആയിട്ട് സമാനതകളുള്ള കാര്യങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ തോട്ടത്തിൽ അധിക സമാനതകളില്ല. അതായത് പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവം എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കങ്ങളില്ലെന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കാര്യം പറയുമ്പോൾ എങ്ങനെ പറയും? യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും. ആ കാര്യത്തിലും അവിടങ്ങളിൽ തർക്കവിതർക്കങ്ങളുണ്ട്. കാത്തലിക് സമൂഹം പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ഓർത്തഡോക്സ് സമൂഹം എടുക്കുന്നില്ല. ഈ പറയുന്ന കൂട്ടരെല്ലാം പറയുന്നത് മറ്റു പലരും എടുക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത്, മനുഷ്യപ്പിറവി എന്ന് പറയുന്നത് വിശേഷപ്പെട്ടൊരു കാര്യമാണ്. പിതാവ് ഒരുക്കിയ ഒരു ശരീരത്തിലേക്ക് പുത്രൻ വരികയാണ്. തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ പിതാവ് തനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു ശരീരമാണ്. അതായത് സങ്കീർത്തനത്തിൽ അതിനെക്കുറിച്ച് സൂചനയുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നു, 9-ാം അധ്യായത്തിൽ പറയുന്നു, അങ്ങനെ പല അധ്യായങ്ങളിലും പറയുന്നുണ്ട് ആ ശരീരത്തെക്കുറിച്ച്. അപ്പം ആ ശരീരത്തിൽ വിശുദ്ധ മറിയയുടെ യാതൊരു അംശവും ഇല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ അങ്ങനെയാണോ വിശ്വസിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാത്തലിക്സ് അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. കാത്തലിക് സഹോദരങ്ങളെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്നത് മറിയയിൽ നിന്ന് രക്തവും അംശങ്ങളും എടുക്കാതെ മനുഷ്യനാകുന്നത് എങ്ങനെയാണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ വേറെ തർക്ക വിഷയങ്ങളാണ്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ യോജിപ്പില്ലായ്മയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, മനുഷ്യത്വം, അങ്ങനെ അതിലൊക്കെ ഒത്തിരി ഡിസ്പ്യൂട്ടുകൾ കിടക്കുകയാണ്. പിന്നീട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യത്തിൽ എപ്പിസ്കോപ്പൽ സമൂഹത്തിൽ തന്നെ ഈ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലുന്നത് തന്നെ പലരും പല രീതിയിലാണ്. കാത്തലിക്സിൻ്റേതല്ല ഓർത്തഡോക്സിൻ്റെ അല്ല കാത്തലിക്കിൻ്റെ, പറയുമ്പോൾ എല്ലാം നിൽക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഓരോരുത്തരും പറയുന്നതിനകത്തൊക്കെ വ്യത്യസ്തതകളാണ്, യോജിപ്പില്ലായ്മകളുണ്ട്. എനിവേ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട്.
വിവരക്കേടുകളും ഞങ്ങളുടെ ഇടയിലുണ്ട്. അത് നിങ്ങളുടെ ഇടയിലുണ്ട്, എല്ലാവരുടെ ഇടയിലുമുണ്ട്. ഞങ്ങളുടെ ഇടയിലുള്ള വിവരക്കേടുകൾ എന്ന് വെച്ചാൽ വളരെ സ്പഷ്ടമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആത്മലോകത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെക്കുറിച്ചും വായിക്കാൻ കഴിയും, ദുഷ്ടാത്മാവിനെക്കുറിച്ചും വായിക്കാൻ കഴിയും. സാത്താനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നവൻ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരുമെന്നാണ്. അത്യാവശ്യം വന്നാൽ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരും. അല്ല വെളുത്ത പാൻറ്റും കറുത്ത പാൻറ്റോ അല്ലെങ്കിൽ വെളുത്ത ഉടുപ്പോ കറുത്ത കുപ്പായോ കറുത്ത തൊപ്പിയോ എങ്ങനെ വേണേലും പുള്ളി വരും. പുള്ളി ഓർത്തഡോക്സ് അച്ഛൻ്റെ കോലത്തിൽ വരും, പെന്തിക്കോസ് പാസ്റ്ററുടെ കോലത്തിൽ വരും, ഏത് കോലത്തിലും പുള്ളി വരും. അങ്ങേരുടെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം ഓർത്തഡോക്സുകാർക്കാവെന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ഇടയിലെ പെന്തിക്കോസുകാർക്കും ഇപ്പോൾ ഈ കാലത്ത് ഈ സാത്താൻ്റെ തന്ത്രങ്ങളെയൊന്നും അധികമായിട്ട് അറിയില്ല. അവർ ആരെങ്കിലും അനങ്ങുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാം പരിശുദ്ധാത്മാവാന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിഞ്ഞില്ലേ തെറ്റിപ്പോകുന്നു. അത് ഓർത്തഡോക്സുകാരോടുവാ പെന്തിക്കോസുകാരോടുവാ, രണ്ടു കൂട്ടരോടുവാ പറഞ്ഞത്. നിങ്ങൾ തിരുവെഴുത്തുകളെ അറിഞ്ഞില്ലേ തെറ്റിപ്പോകും. അടുത്തത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോകും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ തർക്കങ്ങളുണ്ടെന്നേ, ഈ വക കാര്യത്തിലൊക്കെ തർക്കങ്ങളുണ്ട്. യോജിപ്പുള്ള മേഖലകൾ തുച്ഛമാണ്. കാരണം അടിസ്ഥാനത്തിൽ തന്നെ മാറിക്കിടക്കുകയാണ് നമ്മൾ രണ്ടു കൂട്ടരും. നിങ്ങൾ വെള്ളത്തെ വെള്ളമായിട്ടെടുക്കുമ്പോൾ ഞങ്ങളതിനെ വചനമായിട്ട് പറയുന്നു. വെള്ളത്താലും ആത്മാവിനാലെന്ന് പറയുമ്പോൾ രണ്ട് ജനനത്തിൻ്റെ കാര്യമല്ല, ഒറ്റ കാര്യമാണ് അവിടെ പറയുന്നത്. ഒറ്റ കാര്യം. ആ കാര്യത്തെ ഞങ്ങൾ തെളിയിക്കുന്നത് ഗബ്രിയേലിൻ്റെ വാക്കുകളെ കോട്ട് ചെയ്തുകൊണ്ടാണ്. ഗബ്രിയേലിൻ്റെ വാക്കുകളെ, സഭാപിതാക്കന്മാരുടെ വാക്കുകളല്ല, അപ്പോസ്തലിക പിതാക്കന്മാരുടെ വാക്കുകളല്ല. അവരെയൊക്കെ ഞങ്ങളങ്ങ് മാറ്റി നിർത്തും. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വിശ്വാസം ഗബ്രിയേലാണ്. ഗബ്രിയേൽ വിശുദ്ധ മറിയോട് പറഞ്ഞു, അതായത് മറിയെ സംശയം ഉന്നയിച്ചു, ഇതെങ്ങനെ സാധിക്കും, ഇതെങ്ങനെ സംഭവിക്കും, ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ളൊരു ഒരു ന്യായമായ ചോദ്യം ചോദിച്ചപ്പോൾ ഗബ്രിയേൽ മറിയയ്ക്ക് കൊടുത്ത മറുപടിയുണ്ട്. മറുപടിയിൽ വളരെ സ്പഷ്ടമായിട്ടാണ് പറയുന്നത്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ നിൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യും, അല്ലെങ്കിൽ ഉരുവാകും എന്നുള്ള കാര്യമാണ് ഗബ്രിയേൽ പറഞ്ഞത്. ഞങ്ങൾ ഇന്നും അത് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിൽ വെള്ളത്താലും ആത്മാവിനാലും എന്നുള്ളതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്. വെള്ളത്താലും ആത്മാവിനാലും എന്നുള്ളത് പറയുമ്പോൾ സ്നാനത്തിൽ ആരും വീണ്ടും ജനിക്കുന്നില്ല, അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പെന്തക്കോസ്റ്റ് ഗ്രൂപ്പും ഉണ്ട്. അതാണ് രസകരം. അതിൽപ്പെട്ട ഒരു വളരെ വന്യവയോധികനായ ഒരു പ്രിയപ്പെട്ടവൻ ഇന്ന് എന്നോട് സംസാരിക്കാനിടയായി. ഞങ്ങൾ കുറേയധികം സമയം സംസാരിച്ചു. അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത്, പെന്തക്കോസ്റ്റ് സമൂഹത്തിലും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്, സ്നാനത്തിലൂടെ വീണ്ടും ജനിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ അതിൻ്റെ ശരിയായ പഠനം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ വെള്ളത്താലും ആത്മാവിനാലെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാലാണ് വീണ്ടും ജനനം നടക്കുന്നത്. പാപിയായൊരു മനുഷ്യൻ, ശ്രദ്ധിക്കണം, അച്ഛൻ്റെ ചോദ്യം എന്താ, കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കരുതെന്ന് വാക്യമുണ്ടോ എന്ന്. അപ്പം ഞാനതിന് മറുപടി തുടക്കത്തിലേ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും വാക്യമില്ല, കൊടുക്കരുതെന്നും വാക്യമില്ല, മുതിർന്നവർക്ക് കൊടുക്കണമെന്നും വാക്യമില്ല, മുതിരാത്തവർക്ക് കൊടുക്കണമെന്നും വാക്യമില്ല. അങ്ങനെയൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. ബൈബിളിൽ എഴുതാത്ത കാര്യം പറഞ്ഞാൽ അച്ഛൻ അടിമേടിക്കേണ്ട ആവശ്യമില്ല, ഞാനും അടിമേടിക്കേണ്ട ആവശ്യമില്ല. ദൈവസന്നിധി കണക്ക് പറയേണ്ടതാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അരുതാത്ത വാക്കുകളൊന്നും പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് തന്നെ പറയണമല്ലോ, ഉള്ള കാര്യം ഉണ്ടെന്ന് പറയണമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. വിശദീകരിച്ച് കൊണ്ടുവരുമ്പോഴാണ് ഇങ്ങനെ പതിയെ പതിയെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഒറ്റയടിക്ക് കയറി അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ കർത്താവ് അങ്ങനെ ഒറ്റയടിക്കല്ലല്ലോ പറഞ്ഞത്. പല കാര്യങ്ങളും പറഞ്ഞ് ഉപമകളിലൂടെയും അങ്ങനെ പലതിലൂടെയും പറഞ്ഞാണ് ഓരോ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത്, അല്ലേ? പണ്ട് ഭാഗമായും വിവിധമായും പിതാക്കന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെയൊക്കെ പറഞ്ഞിട്ട് അന്ത്യകാലത്ത് പുത്രൻ സംസാരിച്ചു. അപ്പോൾ എല്ലാം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് പ്രോഗ്രസീവായിട്ടുള്ളൊരു ഒരു വെളിപ്പാടാണ് നമുക്ക് പറയാനുള്ളത്. വളരെ പ്രോഗ്രസീവായിട്ട് ഇങ്ങനെ വളർന്നു വരികയാണ് ആ വെളിപ്പാട്, മുന്നോട്ട് വരികയല്ലേ. പുത്രൻ തമ്പുരാൻ വന്ന് സംസാരിച്ചതിന് ശേഷം പിന്നീട് തൻ്റെ അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. പിന്നീട് പരിശുദ്ധാത്മാവ് തൻ്റെ അപ്പോസ്തലന്മാരെ കരങ്ങളിലെടുത്ത് അവരിലൂടെ സംസാരിച്ച കാര്യങ്ങളും നമുക്ക് എഴുതി കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് പറഞ്ഞു മുന്നോട്ട് വരുന്നത്. അതുപോലെ ഞാനും ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ കാര്യങ്ങളെ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കണമല്ലോ. കാര്യത്തിൻ്റെ പ്രസക്തിയിലേക്ക് വരണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കണം.
അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം സമയം എടുക്കുന്നൊന്നും എനിക്ക് നേരത്തെ അഡ്വാൻസ് ചെയ്തൊന്നും പറയാൻ കഴിയില്ല. ഇനിയും ഞാൻ പറഞ്ഞു മുന്നോട്ട് പോവുകയാണ്. സീരിയസ് ആയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ ഈ തൃത്വവിശ്വാസത്തിൻ്റെ ഗൗരവമാണ് പറയുന്നത്. തൃത്വവിശ്വാസത്തിൻ്റെ ഗൗരവം, അതിനെക്കുറിച്ച് അച്ഛനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചോദ്യം, അച്ഛൻ്റെ ഒരു ചോദ്യമുണ്ട്. യെസ്, അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു ചോദ്യമുണ്ട്. ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നതിൽ 11ാമത്തെ ചോദ്യമായിട്ട് വരുന്നതാണത്. ഈ തൃത്വവിശ്വാസവുമായി ബന്ധപ്പെട്ട്, തൃത്വ ആരാധനയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചില ചോദ്യങ്ങൾ, അച്ഛൻ്റെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിലേക്ക് നമ്മൾ പിന്നാലെ പൊക്കോളാം. അത് ഏറ്റവും ഒടുവിലത്തെ ചോദ്യമാണ്. അതിന് സമയമെടുത്ത് പിന്നാലെ മറുപടി പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രക്ഷയുമായി ബന്ധപ്പെട്ട തൃത്വവിശ്വാസവും തൃത്വ ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ് നമ്മൾ കാണുന്നത്. അതിനൊക്കെ വാക്യങ്ങൾ എടുക്കണം. ആ വാക്യങ്ങളൊക്കെ എടുത്ത് പതിയെ നമ്മൾ പറഞ്ഞു കൊണ്ടുവരികയാണ്. ഇവിടെ ഞാൻ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ സംശയം വരാം. വെള്ളത്താലൊരു ജനനം, ആത്മാവിനാലൊരു ജനനം, അങ്ങനെ രണ്ട് ജനനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം മറുപടിയായിട്ടാണ് പറയുന്നത്, അങ്ങനെ ഒരു ജനനമൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഒരേ ഒരു ജനനം, അതിനാണ് പുതുജനനം എന്ന് പറയുന്നത്. ബോൺ അഗെയിൻ എക്സ്പീരിയൻസിലേക്ക് വരിക, വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. ആ വീണ്ടും ജനനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ സഹായത്താലാണ്. അതിനൊരു പഴയ സംഭവത്തെ നമ്മൾ കൂട്ടുപിടിക്കുകയാണ്. ഏതാ? അന്ന് നസ്രത്തുകാരിയായ വിശുദ്ധ മറിയയുടെ സംശയത്തിന് ഗബ്രിയേൽ കൊടുത്ത മറുപടിയാണ് നമ്മൾ ഇന്നും മറുപടിയായിട്ട് എടുക്കുന്നത്. അതാണ് ആധികാരിക മറുപടി. വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറയുമ്പോൾ ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 6:44, ഗോസ്പൽ ജോൺ ചാപ്റ്റർ 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വളരെ മനോഹരമായൊരു വാക്യം. കൊറോണ കാലത്ത് നമ്മൾ വളരെയധികം ആസ്വദിച്ച് അടുത്ത് നിന്ന് കണ്ടൊരു വാക്യമാണ്. വളരെ സീരിയസ് ആയൊരു വാക്യം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ, അല്ലെങ്കിൽ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ലെന്നാണ് കർത്താവ് വാക്യത്തിലൂടെ പറയുന്നത്. അങ്ങനെ എൻ്റെ അടുക്കൽ വന്നവനെ ഒടുക്കത്തെ നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് എൻ്റെ അടുക്കൽ വരണമെന്നുള്ള സൂചന വാക്യത്തിലുണ്ട്. ഇതിവിടെ കുഞ്ഞിൻ്റെ കാര്യമാണോ വലിയവരുടെ കാര്യമാണോ തലത്തൊട്ടപ്പൻ്റെ കാര്യമാണോ എന്നൊക്കെ ബഹുമാന്യരായ കേൾവിക്കാർ തീരുമാനിക്കുക. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്. എനിക്ക് പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ട കാര്യമാണ് വിശുദ്ധന്മാരോട് ഞാൻ പങ്കുവെക്കുന്നത്. ദൈവത്തിൻ്റെ ജനം അത് കേൾക്കുക. നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വെളിപ്പാടിൽ മുന്നോട്ട് പോകുക. വളരെ കൃത്യതയോടെയാണ് നമ്മൾ പറയുന്നത്. പിതാവ് ആകർഷിക്കണം. ആരെയാണ് ആകർഷിക്കുന്നത്? പാപികളായ മനുഷ്യരെ പിതാവായ ദൈവം ആകർഷിക്കുകയാണ്. ഭൂതലത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഇന്ന് ഭൂമി കാണുന്ന ആളുകളെല്ലാം, നമ്മൾ ജനറലായിട്ടാണ് കേട്ടോ പറയുന്നത്, ഭൂമിയിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ മനുഷ്യർക്കൊക്കെ ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ളൊരു സാഹചര്യം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ സകല മനുഷ്യർക്കും ദൈവ കുടുംബത്തിൽ അംഗമാകുവാനും ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ആ പുത്രസ്വീകാര്യത്തിലേക്ക് വരുവാനുമുള്ള നല്ലൊരവസരം. അതാണൊരു ഗുഡ് ന്യൂസാണത്, അല്ലേ? അതൊരു ഗുഡ് ന്യൂസാണ്. ആ ഗുഡ് ന്യൂസ് ലോകമെമ്പാടും വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് ദൈവ കുടുംബത്തിൽ അംഗമാകാം, ഒരു ദൈവ പൈതലാകാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ചില മനുഷ്യരൊക്കെ മരിച്ചു കഴിയുമ്പോൾ ക്രൈസ്തവ ലോകത്തുള്ള ആൾക്കാർ അദ്ദേഹം ഒരു ദൈവത്തിൻ്റെ പുത്രനായിരുന്നു, ദൈവത്തിൻ്റെ മകനായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന കേൾക്കാം. അതൊക്കെ വേദപുസ്തകത്തിൻ്റെ ഈ ABCD അറിയാത്തത് കൊണ്ടെന്നുള്ളതാണ് നമ്മുടെ മറുപടി. ABCD അറിയാമെങ്കിൽ നമുക്ക് അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും പറയില്ല. ഈ ഭൂമി ജനിച്ചിട്ടുള്ള ആളുകൾ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നത്. എല്ലാ മനുഷ്യരും നമ്മളൊക്കെ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ലഭിച്ച ഭാഗ്യം എന്താ പ്രിയരെ? നമ്മൾ പിതാവിൻ്റെ പുത്രനെ കൈക്കൊണ്ടു. അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ആ നാമമൂലമുള്ള നീതീകരണത്താൽ ദൈവ കുടുംബത്തിലെ അംഗമായി തീർന്നത് കൊണ്ടാണ് നാം ഇന്ന് ദൈവമക്കൾ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നത്. പുത്രത്വത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളും ഇന്നലെ വരെ എങ്ങനെയുള്ളവരായിരുന്നു? ദൈവത്തിൻ്റെ സൃഷ്ടി എന്നുള്ള നിലയിൽ നമ്മളെ പരിഗണിക്കുന്നത്. അതിനൊരു പഴയ നിയമ ഭാഗമാണ് നമ്മൾ ആധികാരികമായി പറയാനായിട്ട് എടുക്കുന്ന ഒരു ഭാഗം. അബ്രഹാമിന് മക്കളുണ്ടായ കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിന് മക്കളുണ്ടായ കാര്യം, അതായത് ആദ്യം ഹാഗാറിലൂടെ ഇസ്മായിൽ വന്നു, പിന്നീട് സാറയിലൂടെ ഇസഹാക്ക് വന്നു.
അത് കഴിഞ്ഞ് തൻ്റെ വെപ്പാട്ടിയായിരുന്ന കെത്തൂറയിലൂടെ ഒരു 5-6 മക്കളും കൂടെ പിന്നെയും വന്നു. അങ്ങനെയാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അങ്ങനെ ഈ കെത്തൂറയുടെ മക്കളെക്കുറിച്ച് നമ്മൾ പിന്നീട് വായിക്കുന്നത് അവർക്കെല്ലാം കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം മഞ്ഞും മഴയും ഒക്കെ അവർക്ക് കൊടുക്കുന്നു. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലുണ്ട്, നമ്മൾ ഈ സത്യദൈവത്തെ അറിയാത്ത കാലത്ത് ജാതികൾ എന്ന നിലയിൽ ദൈവത്തോട് ശത്രുതയിൽ അകന്ന് നടന്നൊരു കാലം ഉണ്ടായിരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ കാലത്ത് നമുക്ക് വേണ്ടി മഞ്ഞും മഴയും പെയ്യിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അയ്യോ, കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. ദൈവം ഇല്ലെന്ന് പറഞ്ഞ് കിടക്കുന്ന നിരീശ്വരവാദിക്കും മഞ്ഞും മഴയും പെയ്ച്ചു കൊടുക്കുന്നു, സൂര്യനെ ഉദിപ്പിക്കുന്നു, അസ്തമിപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് കെത്തൂറയുടെ മക്കൾക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരെ ദൂരേക്ക് പറഞ്ഞയച്ചു. എന്നാൽ അബ്രഹാമിൻ്റെ സകലത്തിൻ്റെയും അവകാശിയായി തീർന്നത് ഇസഹാക്ക് മാത്രമാണ്. പുത്രസ്വീകാര്യത്തിലേക്ക് വരുന്നത് ഇസഹാക്കാണ്. അധികാരി അവകാശിയും എല്ലാം ആയിരിക്കുന്നത് ഇസഹാക്കാണ്. ഇതാണ് പുതിയ നിയമ പഠനത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. കെത്തൂറയുടെ മക്കൾ എന്താ വിളിച്ചു പറയുന്നത്? ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പറഞ്ഞു വന്നാൽ അവരും അബ്രഹാമിൻ്റെ മക്കളല്ലേ. പക്ഷേ വാഗ്ദത്ത സന്തതി വരുന്നത് സാറയിലൂടെ എന്നുള്ളതാണ്. അതുകൊണ്ട് കെത്തൂറയുടെ മക്കൾക്കോ ഹാഗാറിൻ്റെ മക്കൾക്കോ ഒന്നും ആ പദവി ലഭിക്കുന്നില്ല. അവരും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ വോട്ടേഴ്സ് ഐ.ഡിയിൽ പേര് കൊടുക്കാൻ നേരത്ത് അവരും നിശ്ചയമായിട്ടും അവിടെയുള്ള വേറെ ആരുടെയും പേര് കൊടുക്കൂല. ഇങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ അപ്പന് എഴുതി കൊടുക്കും, അബ്രഹാം എന്ന് തന്നെയായിരിക്കും അവരും എഴുതി കൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അവകാശവും അധികാരവും ഒന്നും അവർക്കില്ല. അതെല്ലാം ലഭിക്കുന്ന ഇസഹാക്കിന് മാത്രമാണ്. അതുപോലെയാണ് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന അധികാരവും അവകാശവും ഒക്കെ. ആ അവകാശത്തെ അധികാരത്തെക്കുറിച്ചൊക്കെ വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് എഫേസ്യ ലേഖനം. വളരെ മനോഹരമാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു ട്രഷർ തന്നെയാണ്. അതിൻ്റെ 1-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ വരുമ്പോൾ, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ദൈവസഭയാമാലയത്തിൻ്റെ പണിയെക്കുറിച്ചുള്ള സൂചനകൾ വരുന്നു. അതും കഴിഞ്ഞിട്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവകുടുംബത്തിൽ അംഗമായി തീർന്ന ദത്തെടുക്കുന്ന കാര്യം 1-ാം അധ്യായത്തിലുണ്ട്. അങ്ങനെ ദത്തെടുക്കപ്പെട്ട് കൃപയാൽ വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്ന ആ വ്യക്തികൾക്ക് ലഭിക്കുന്ന മഹിമകളും അവകാശങ്ങളെയും കുറിച്ചൊക്കെ പറയുന്ന അധ്യായമാണ് 3-ാം അധ്യായം. ആ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചില വിശേഷപ്പെട്ട പദപ്രയോഗങ്ങൾ സാധാരണ അങ്ങനെ അത് ആരും പ്രസംഗിക്കാറൊന്നുമില്ല. അത് വേറെ പല കാര്യങ്ങളും പ്രസംഗിക്കാറുണ്ട്. അതായത് അതിൻ്റെ 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസിലേക്ക് എഴുതിയിരിക്കുന്നത്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും, അൺസെർച്ചബിൾ റിച്ചസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കാനും ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. പൗലോസിൻ്റെ മേലൊരു അസാധാരണ കൃപ നൽകിയിരിക്കുകയാണ്. അത് കർത്താവ് ആദ്യമായി പറയുന്ന അനന്യാസിനോടാകട്ടോ. അനന്യാസിനോട് എന്നാ പറഞ്ഞത്? അനന്യാസ് പകച്ചു നിൽക്കുക. എൻ്റെ കർത്താവേ, ഈ പുള്ളിക്കാരൻ ഈ വഴിയിലേക്ക് വന്നിരിക്കുന്നു, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, പുള്ളി വല്ല കുതന്ത്രമായിട്ട് വന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് അനന്യാസ് നിൽക്കുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, അങ്ങനെയല്ല അനന്യാസേ, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാരുടെയും മുമ്പിൽ പ്രസ്താവിക്കേണ്ടവനാണ്. അവൻ എൻ്റെ നിമിത്തം, എൻ്റെ നാമനിമിത്തം എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കേണ്ടവനാണെന്ന് നിനക്കറിയാമോ? അതൊക്കെ അനന്യാസിനോട് പറയാ. ആ പൗലോസാണ് എഴുതി വച്ചിരിക്കുന്നത്, തനിക്ക് ലഭിച്ച പ്രകാശനം, തനിക്ക് ലഭിച്ച കൃപ വൃഥാവാക്കാതെ, അഗണ്യമാക്കാതെ ആ കൃപയിൽ മുന്നേറിയ മനുഷ്യനാണ് പൗലോസ്. ആ പൗലോസ് പറയുകയാണ്, എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി കൃപ നൽകിയിരിക്കുന്നു. ഇതൊരു മർമ്മമാണ്. പുതിയ നിയമം എന്ന് പറയുന്നത് മർമ്മം തന്നെയാണ്. ആ മർമ്മം വെളിപ്പെട്ട് കിട്ടണം. എങ്ങനെയാണ് കിട്ടുന്നത്? പരിശുദ്ധാത്മാവിലാണ് വെളിപ്പെട്ട് കിട്ടുന്നത്. അതായത് മെശിഹായെക്കുറിച്ചുള്ള വെളിപ്പാട് എങ്ങനെയാണ് കിട്ടുന്നത്? പരിശുദ്ധാത്മാവിലാണ്. നമ്മളതിന് 2 കാര്യം പറയും. ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ ഒരുവൻ അറിയുന്നത് പരിശുദ്ധാത്മാവിൽ മാത്രമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, 2 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, രക്ഷകൻ. ആ രക്ഷിതാവിനെ പരിശുദ്ധാത്മാവിൽ മാത്രമാണ് ഒരാൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്, റിവീൽ ചെയ്ത് കിട്ടുന്നത്. രണ്ടാമത്തെ പടി എന്ന് പറയുന്നത്
യേശുവിനെ കർത്താവ് എന്നൊരുവൻ അംഗീകരിക്കണമെങ്കിൽ, ഏറ്റെടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ മാത്രമേ സാധിക്കൂ. ഈ രണ്ട് കാര്യം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. സമയക്കുറവുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് സാധിച്ചില്ലെങ്കിലും നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് കടക്കാം. ഇതൊരു സീരിയസ് പഠനമാണ് സഹോദരങ്ങളെ. വളരെ ത്രില്ലുള്ളൊരു പഠനമാണ്. ഈ പറഞ്ഞ ലേഖനങ്ങളൊക്കെ എടുത്തു വെച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ വളരെ ഗൗരവമായ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. പിതാവ് ആകർഷിക്കുന്ന ആരെയാ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. പാപികളും ദോഷികളും അഭക്തരുമായിരുന്ന, കുലഹീനരും ബലഹീനരുമായിരുന്ന നമ്മെ, മാനവലോകത്തെ എന്തെന്നാ ബൈബിൾ വിളിക്കുന്നത് പാപികളെന്നാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപികളാണ്. ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ശത്രുതയിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചവരാണ്. എന്നാൽ അവിടെ നിന്ന് നമ്മളെ അടുപ്പിക്കുകയാണ്. നമ്മൾ അകലം വിട്ട് നടന്ന ആൾക്കാരാണ്. കാരണം നമ്മുടെ ഉള്ളിൽ പാപമുണ്ട്. തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നവൻ്റെ സന്തതി പരമ്പരകളുടെ ഉള്ളിൽ പാപം ഇരിക്കുകയാണ്. അതിലൊക്കെ തർക്കങ്ങൾ കിടക്കുക. എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന്. അങ്ങനെയല്ലാതെ എനിക്ക് പറയാൻ മാർഗമില്ല സഹോദരങ്ങളെ. തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നവൻ്റെ സന്തതി പരമ്പരകളിലെല്ലാം പാപമുണ്ട്. അതാണ് നമ്മുടെ വളർച്ചാഘട്ടങ്ങളിലൊക്കെ അത് വെളിപ്പെട്ട് അതിൻ്റെ പാരമ്യത്തിലേക്ക് വരികയാണ്. അതിഭീകരമായ നിലയിലേക്ക് പാരമ്യത്തിലേക്ക് വരികയാണ്. സ്വഭാവത്തിലൊക്കെ കാണുന്ന ആ ഭയങ്കരത്വം ഉണ്ടല്ലോ, ഒരു ഭയങ്കരത്വം. നമ്മൾ ഈ വിശ്വാസ വഴിയിലേക്കൊക്കെ വന്ന് കുഞ്ഞാടായതിന് മുമ്പുള്ള ആ പഴയ കാലം ഒന്ന് ഓർത്തു നോക്കിയേ. ഞാനിപ്പോൾ ആരോടത് ചോദിക്കുന്നത്? ആരോട് ചോദിച്ച് വിഷമിപ്പിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ ഓർക്കണം കേട്ടോ. ഈ സത്യവിശ്വാസത്തിലേക്ക് വന്ന് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പുള്ളൊരു ഇന്നലകളുണ്ടായിരുന്നല്ലോ. ആ ഇന്നലകളിലെ സ്വഭാവവും ഉഗ്ര സ്വഭാവവും പലതരം കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും ഓർക്കണം. അതിനാണ് പ്രവാചകൻ പറയുന്നത്, വെട്ടിയെടുത്ത പാറയെങ്കിലേക്കും കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും വല്ലപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് പറയുന്നത്. എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? തിരിഞ്ഞു നോക്കുമ്പോഴാണ് എളിമയും താഴ്മയും വിനയും ഒക്കെ വരുള്ളൂ. അല്ലെങ്കിൽ എന്തോ ആണെന്നൊക്കെ തോന്നിപ്പോകും. അങ്ങനെ അധികം തോന്നലുകളൊന്നും വേണ്ട. ഈ പുസ്തകം പറയുന്നത് നമ്മൾ പാപത്തിൻ്റെ പടുകുഴിയിലായിരുന്നു എന്നാണ്, ചേറ്റുകുഴിയിലെന്നാണ് പറയുന്നത്. ആ പടുകുഴിയിലേക്ക് നമ്മെ സ്നേഹിച്ച് സുവിശേഷം എന്ന ക്രെയിൻ ഇറങ്ങി വരിക, എന്നിട്ട് നമ്മെ കോരിയെടുക്കുക. വിശദീകരിക്കണം. അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ അതൊക്കെ വിശദീകരിക്കും. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. അതായത് പിതാവ് ആകർഷിക്കുന്നത് പാപികളെയാണെന്ന് പറഞ്ഞു. പാപികളെ ആകർഷിക്കുന്നത് എങ്ങോട്ടാ? ക്രൂശിങ്കിലേക്കാണ്. യോഹന്നാൻ 6:44 സാധാരണ മട്ടിലൊരു വിശ്വാസി വായിച്ചു കഴിഞ്ഞാൽ അവന് കാര്യമായിട്ടൊന്നും പിടികിട്ടില്ല. അവൻ എന്ത് മനസ്സിലാക്കും? പിതാവ് ആകർഷിച്ച് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് 90% എബവ് ആൾക്കാരും വിചാരിക്കുന്നത്. അത് പാസ്റ്ററാകട്ടെ, പള്ളിയിലച്ചനാകട്ടെ, കപ്പ്യാരാകട്ടെ, ഏത് പുള്ളിയാണെങ്കിലും അവരങ്ങനെ വിശ്വസിക്കുകയുള്ളൂ. കാരണം അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. പിതാവ് ആകർഷിച്ച് പുത്രൻ്റെ അടുക്കൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നു എന്ന് അവർ മനസ്സിലാക്കും. നമ്മൾ അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടി പോയി അതിൻ്റെ ഗൗരവത്തിലേക്ക് വരികയാണ്. പാപിയായ മനുഷ്യനെയാണ് പിതാവ് ആകർഷിക്കുന്നത്. എന്നിട്ടോ കൊണ്ടുവരുന്നത് എങ്ങോട്ടാ? തൻ്റെ പുത്രൻ്റെ ക്രൂശിങ്കിലേക്കാണ് കൊണ്ടുവരുന്നത്. അല്ലാതെ എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഉത്തരവല്ല. ഉത്തരം ഇതാണ്: ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കാണ് പാപിയെ കൊണ്ടുവരുന്നത്. അല്ലാതെ പാപിക്ക് വേറൊരു സ്ഥലത്ത് വരാൻ ഇടമില്ലെന്നേ. പാപിക്ക് വേറൊരു സ്ഥലത്തേക്ക് വരാനായിട്ട് സാധിക്കില്ല. സഹോദരങ്ങളെ, യോഹന്നാൻ 6:44 വിശദീകരിച്ച് വരുമ്പോൾ നമ്മളൊരു പഴയ നിയമ ഭാഗത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അതിൻ്റെ വിശദീകരണം പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതായത് ഇത് ടാബർനാക്കലിൻ്റെ പിക്ചറാണ്. മോശയുടെ കയ്യാൽ നിർമ്മിച്ച സമാഗമന കൂടാരം അഥവാ തിരുനിവാസം. ഈ ടാബർനാക്കലിൻ്റെ പിക്ചർ വെച്ചിട്ട് നമ്മൾ ദൈവരാജ്യം എന്ന വിഷയം വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. മരണം വരെ ആ പഠനം തുടരും. എന്നാൽ അതിൻ്റെ പ്രാഥമികമായി നമുക്ക് മനസ്സിലായ ഗൗരവമായ സത്യങ്ങളുണ്ട്, ആത്മീയ സത്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ കാണുന്ന ഈ പിക്ചർ എന്ന് പറയുന്നത് ഇത് ഇസ്രായേലിൻ്റെ ഒരു ക്യാമ്പിൻ്റെ പിക്ചറാണ്. ഇസ്രായേലിൻ്റെ ക്യാമ്പിൻ്റെ ഒത്ത നടുക്ക് ടാബർനാക്കിൾ ഇരിക്കുന്നു, അതായത് സമാഗമന കൂടാരം ഇരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള കൂടാരം ഇരിക്കുന്നു. അതാണ് അതിൻ്റെ വസ്തുത. അതേസമയം വേറെയും പിക്ചറുകളുണ്ട്. പ്രിയരെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ടാബർനാക്കലിൻ്റെ അഥവാ സമാഗമന കൂടാരത്തിൻ്റെ പിക്ചറാണ്. ഇതിൻ്റെ പല തരത്തിലുള്ള പിക്ചറുകൾ നമ്മളുടെ കയ്യിലുണ്ടല്ലോ. പലതരത്തിലുള്ള പിക്ചറുകളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പിക്ചർ ടാബർനാക്കിൾ മാത്രമേ ഉള്ളൂ. സാധാരണ കാണുന്ന ഇസ്രായേലിൻ്റെ ഒരു ക്യാമ്പിൻ്റെ പിക്ചറാണ്. അതിൻ്റെ നടുവിൽ സമാഗമന കൂടാരം അഥവാ ദൈവസാന്നിധ്യമുള്ള ദൈവത്തിൻ്റെ നിവാസം ഇരിക്കുന്നതാണ് പൊതുവെ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതങ്ങനെയല്ല. ഇതൊരു പഠനത്തിന് വേണ്ടി, ഈ വാക്യങ്ങളെ തെളിയിക്കാൻ വേണ്ടി നമ്മൾ ഈ പിക്ചർ രംഗത്ത് കൊണ്ടുവരികയാണ്. ഇത് ഈ കൂടാരം മാത്രമാണ്.
സമാഗമന കൂടാരമാണ്. ഈ കൂടാരത്തിൻ്റെ ചുറ്റും നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ചുറ്റും 60 തൂണുകളുണ്ട്. അതിന് വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള ഒരു മറയുണ്ട്, ഒരു മറശീലയുണ്ട്. അതേസമയം അതിൻ്റെ കിഴക്ക് വശത്ത് ഒരേ ഒരു വാതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരേ ഒരു വാതിൽ, ഒറ്റ വാതിലേ ഉള്ളൂ, രണ്ടാമതൊരു വാതിലില്ല. അതിൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അതായത് 1400 ചില്ലുവാനും വർഷങ്ങൾക്ക് ശേഷം, കർത്താവിൻ്റെ ദാസൻ പത്രോസിന് തൻ്റെ പ്രസംഗമധ്യേ ഒരു വാക്ക് പറയാനുണ്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു വാതിൽ, ഒരേ ഒരു വഴി എന്ന് പത്രോസിന് പറയാനുണ്ട്. ഒരൊറ്റ വാതിൽ, ഒരൊറ്റ വഴി. അതെങ്ങനെ വിശദീകരിക്കും? പാപിയായ മനുഷ്യന് പരിശുദ്ധനായ ദൈവത്തോട് ബന്ധപ്പെടുവാൻ ഒരേ ഒരു വാതിൽ, യേശു ക്രിസ്തു എന്ന ഒരേ ഒരു വാതിൽ. കണ്ടില്ലേ നിങ്ങൾ ആ വാതിൽ? ആ വാതിൽ സുവിശേഷത്തെയാണ് കാണിക്കുന്നത്. ആ വാതിൽ എന്തിനെയാണ് കാണിക്കുന്നത്? സുവിശേഷത്തെയാണ്. 4 തൂണുകളാണ് ആ പ്രാകാര മറശീലയിൽ വരുന്നത്. 4 തൂണുകൾ, 4 തൂണുകളും വിശദീകരണങ്ങളൊക്കെയുണ്ട്. അത് സുവിശേഷത്തെയാണ് കാണിക്കുന്നത്. അതായത് ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ ആദ്യം ഒരു യാഗപീഠം കാണാൻ കഴിയും. ഈ കാണുന്ന കൂടാരത്തിൻ്റെ വെളിയിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാൻ പോകുന്നത് മുഴു ലോകത്തെയുമാണ്. ഈ കൂടാരത്തിന് വെളിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന മനുഷ്യരെല്ലാം ആദാമിൻ്റെ മക്കളാണ്. സകലരും ആദാമിൻ്റെ മക്കളാണ്. അവരെക്കുറിച്ച് റോമാലേഖനം പറയുന്നത് അവരെല്ലാം പാപികളെന്നാണ്. ഇപ്പം വെളിയിലുള്ള ആളുകളെല്ലാം A to Z, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപികളാണ്. ആ പാപികളായ മനുഷ്യർക്ക് പരിശുദ്ധനായ ദൈവത്തോട് മുഖാമുഖം വരണം. നോക്കണം, ഈ കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത്, ആ മൂടിയിട്ടിരിക്കുന്ന ഭാഗത്ത് വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും ഉണ്ട്. 2 ഭാഗമുണ്ട്. അതിൻ്റെ അകത്ത് കാണുന്ന മോസ്റ്റ് ഹോളി പ്ലേസ് അഥവാ അതിപരിശുദ്ധ സ്ഥലം, അവിടെയാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സാന്നിധ്യം അവിടെയുണ്ട്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ ദൈവത്തോട് ഒരുവൻ അടുക്കണമെങ്കിൽ ഈ വാതിൽ വഴിയല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ചിലർ ചിന്തിക്കും, നമുക്കൊരു ക്രെയിൻ വഴി ഇങ്ങനെ പൊക്കി അങ്ങോട്ട് ഇട്ടാലോ എന്നൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുന്നത്. എപ്പിസ്കോപ്പൽ സഭക്കാരും പെന്തിക്കോസ്തുകാരും എല്ലാം അങ്ങനെ ക്രെയിൻ വഴി ആളുകളെ അകത്തേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ കാണുന്നത് ഈ സമാഗമന കൂടാരത്തിൻ്റെ പിക്ചർ, ഇത് കുറച്ചും കൂടെ തെളിഞ്ഞു നിൽക്കുന്നൊരു പിക്ചറാണ്. ഇതിലൂടെ ആ കാര്യം കുറച്ചുകൂടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ അതായത് ആദ്യത്തെ പിക്ചറിലൂടെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ഈ കാണുന്ന കൂടാരവും കൂടാരത്തിന് വെളിയിലുള്ള കാര്യമോ പറഞ്ഞത്. ആ കൂടാരത്തിൻ്റെ ചുറ്റും ഒരു ചുറ്റുമതിൽ പോലെ കണ്ടില്ലേ? ആ ചുറ്റുമതിലിൻ്റെ അകം, ആ സ്പേസിനെയാണ് നമ്മൾ ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്. നമ്മൾ ദൈവരാജ്യം എന്ന് വിളിക്കുകയാണ്. അത് സീരിയസ് ആയൊരു പഠനമാണ്. അപ്പോൾ അതിനകത്തേക്ക് ഒരുവൻ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. രണ്ടാമതൊരു കാര്യം പറയുന്നത് അവൻ ദൈവ കുടുംബത്തിലേക്ക് പ്രവേശിച്ചു. മൂന്നാമതൊരു കാര്യം പറയുന്നത് ദൈവസഭയുടെ പണിയുടെ ഭാഗമായി തീരുവാൻ അതിലേക്ക് പ്രവേശിച്ചു. ഇങ്ങനെയൊക്കെ പറയും. അതിൽ പഠനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന പദം എന്ന് പറയുന്നത് ആ വ്യക്തി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ള ആ പദമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിയിലുള്ള സകല മനുഷ്യരും പാപികൾ എന്നുള്ളത് തിരിച്ചറിയുക. പാപിയായ മനുഷ്യൻ, അകത്താര പരിശുദ്ധനായ ദൈവം. ശ്രദ്ധിക്കണം, പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവവും, ഈ 2 കാര്യം മനസ്സിൽ വെക്കുക. ഈ പിക്ചറിൽ നിന്ന് ഞാനൊരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പറയുകയാണ്. ആ നടുക്കൊരു മനുഷ്യൻ മുട്ടുകുത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ മനുഷ്യൻ മുഴു മാനവലോകത്തെയും റെപ്രസെൻ്റ് ചെയ്യുന്നയാളാണ്. മുഴു മാനവലോകത്തെയും ആദാമ്യ വർഗത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ മുട്ടുകുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മൾ കാണുന്നത് ഒരു യാഗപീഠമാണ്. അദ്ദേഹത്തിനും യാഗപീഠത്തിനും നടുക്കായിട്ട് ആ ഒരു സ്പേസിൽ നിങ്ങൾ ഭാവന കാണുക, അവിടെ ഒരു വാതിലുണ്ടെന്നുള്ളത് കാണുക. നമ്മുടെ പിക്ചറിൽ വാതിലില്ലെങ്കിലും അതിന് 2ന്റെ നടുക്ക് നിങ്ങൾക്കൊരു വാതിൽ കാണാം. വാതിൽ കാണില്ല, പക്ഷേ അവിടെ ഒരു വാതിലുണ്ടെന്ന് ഭാവന കാണുക. ആ മനുഷ്യൻ്റെയും യാഗപീഠത്തിൻ്റെയും നടുവിൽ ഒരു വാതിൽ. അതാണ് നമ്മൾ ആദ്യത്തെ പിക്ചറിൽ കണ്ട വാതിൽ. ആ വാതിൽ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. ആ വാതിൽ സുവിശേഷത്തെ കാണിക്കുന്നു. 2 കാര്യമാണ് പറയുന്നത്. അതായത് സുവിശേഷം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും യേശു ക്രിസ്തുവാന്ന് പറയും. യേശു ക്രിസ്തു ആരെന്ന് ചോദിച്ചാൽ സുവിശേഷമാണെന്ന് പറയും. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പാപിയായ മനുഷ്യൻ ഇനി ഈ യാഗപീഠത്തിൻ്റെ അപ്പുറത്തേക്ക് നോക്കി, അതായത് ഈ കൂടാരത്തിൻ്റെ ഏറ്റവും അകത്തെ അതിപരിശുദ്ധ സ്ഥലമാണ്, അല്ലെങ്കിൽ കൂടാരം, അതിന് വിശുദ്ധ സ്ഥലം കഴിഞ്ഞുള്ള അതിപരിശുദ്ധ സ്ഥലം. അവിടെയാണ് തേജോമയനായ ദൈവം തൻ്റെ മഹത്വത്തിൽ വസിക്കുന്നത്. മനസ്സിലായല്ലോ? അതിനിങ്ങനെ ചുരുക്കി പറയാം, പരിശുദ്ധനായ ദൈവം അവിടെ വസിക്കുന്നു. വെളിയിൽ പാപിയായ മനുഷ്യൻ നിൽക്കുന്നു. ഈ പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവത്തിൻ്റെയും നടുവിൽ ഒരു ബലിപീഠം ഇരിക്കുകയാണ്. എന്നാൽ അതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞു,
അവിടെ ഒരു വാതിലുണ്ടെന്ന്. ആ വാതിൽ സുവിശേഷത്തെ കാണിക്കുന്നു. ഇന്ന് നമുക്ക് അക്ഷരീകമായ വാതിലോ അക്ഷരീകമായ ബലിപീഠമോ ഒന്നുമില്ല. അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളാണ് നമ്മൾ എടുക്കുന്നത്, ആത്മീയ അർത്ഥങ്ങളാണ്. അപ്പോൾ അച്ഛൻ്റെ ചോദ്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് നമ്മൾ അടുത്ത ദിവസം വരും. ഞാനൊരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഈ അടിസ്ഥാനപരമായ വിഷയങ്ങൾ പറയുന്നത്. പാപിയായ മനുഷ്യൻ സുവിശേഷം കേൾക്കുന്നു. അതായത് 1 കൊരിന്ത്യർ ലേഖനം 4:15 പൗലോസ് കൊരിന്ത്യരോട് പറയാം, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. പല വാക്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ, പല വാക്യങ്ങളുണ്ട്. ഇനി അടുത്ത ദിവസം വാക്യങ്ങളെല്ലാം പുറത്തെടുക്കും. നമ്മൾ സകല വാക്യങ്ങളും പുറത്തെടുക്കും. അരവാക്യമാണോ, മുറിവാക്യമാണോ, വെളിപ്പാടാണോ, എന്താണോ, ഏതാണോ എന്നൊക്കെ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത ദിവസം പുറത്തെടുക്കും. ഇപ്പോൾ സമയം വളരെ വൈകിയിരിക്കുന്നു. വൈകിയതുകൊണ്ട് ഞാൻ വേഗം എൻ്റെ വാക്കുകളെ അങ്ങ് ചുരുക്കിയാണ്. ഒരു തീരത്തണയണമല്ലോ, ഒരു കര പറ്റണമല്ലോ, അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പാപിയായ മനുഷ്യൻ സുവിശേഷം കേൾക്കുന്നു. ആ സുവിശേഷ കേൾവി ഈ മനുഷ്യനെക്കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലെ മനുഷ്യവർഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എല്ലാം കുരുട്ടുകണ്ണന്മാരാന്നാണ്, അന്ധന്മാരെന്നാണ്. പാപനിമിത്തം സകല മനുഷ്യരും ഈ ഭൂമിയിൽ അന്ധരായാണ് പിറക്കുന്നത്. പരിശുദ്ധനായ ദൈവവുമായി സമ്പർക്കത്തിലേർപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഒരു അന്ധതയിലാണ് സകല മനുഷ്യരും. അന്ധതയിലാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്. അങ്ങനെ അന്ധനായ മനുഷ്യൻ്റെ കണ്ണ് തുറക്കപ്പെടുകയാണ്. സുവിശേഷം അവൻ്റെ കണ്ണ് തുറക്കുകയാണ്. നമ്മളൊരു അലങ്കാര ഭാഷയിൽ പറഞ്ഞ് എങ്ങനെ പറയും? കൂടാരത്തിൻ്റെ പ്രാകാരവാതിൽ അങ്ങനെ ഒരു സ്ലോ മോഷനിൽ മാറുന്നതായിട്ട് കാണുക, ഭാവന കാണുക. പ്രാകാരവാതിൽ ഒരു സ്ലോ മോഷനിൽ ഇങ്ങനെ മാറുന്നതായിട്ട് നിങ്ങൾ കാണുക. അതിൻ്റെ ആത്മീയ അർത്ഥം എങ്ങനെയാണ് പറയുന്നത്? പാവിയായ മനുഷ്യൻ്റെ കണ്ണ് തുറന്നു വരികയാണ്. കണ്ണ് തുറക്കപ്പെട്ടു വരുന്ന അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ആദ്യമായി അവൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് കത്തുന്നൊരു ബലിപീഠമാണ്, കത്തുന്നൊരു യാഗപീഠമാണ് അവൻ കാണുന്നത്. ആ യാഗപീഠത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവൻ എന്താ കാണുന്നത്? പിതാവിൻ്റെ ഏകജാതനായ പുത്രനെയാണ് അവിടെ കാണുന്നത്. ആ ബലിപീഠത്തിലേക്ക് നോക്കുമ്പോൾ ആ മനുഷ്യൻ കാണുന്നത് എന്താ? പിതാവിൻ്റെ ഏകജാതനായ പുത്രനെയാണ്. പിതാവിൻ്റെ ഏകജാതനായ പുത്രനെയാണ്. നോക്കുക, ബലിപീഠത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കണ്ണിന് മുമ്പിൽ അത് തുറന്നു വരികയാണ്. അവൻ കാണുന്ന കാഴ്ചയും കേൾക്കുന്നതുമായ കാര്യങ്ങളുണ്ട്. കണ്ണിൻ്റെ മുമ്പിൽ അങ്ങനെ കാണുകയാണ്. അതേസമയം അവൻ്റെ കാതുകളിൽ മുഴങ്ങുന്നത് എന്താ? കാതുകളിൽ മുഴങ്ങുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവ് അവനെ കാൽവറിയുടെ കൊലമരത്തിൽ കൈവിട്ട് കളഞ്ഞു. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായി. അവൻ ശിക്ഷാവിധിയാലും പീഡനത്താലും എടുക്കപ്പെട്ടു. അവൻ്റെ പ്രാണനൊരു അകൃത്യാഗമായി തീർന്നു. ബലിപീഠത്തിലേക്ക് നോക്കുക. ആ ബലിപീഠം എന്താ വിളിച്ചു പറയുന്നത്? ഈ ബലിപീഠം വിളിച്ചു പറയുന്നത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഇടമെന്നുള്ളതാണ്. അവരുടെ വീണ്ടെടുപ്പിൻ്റെ ഇടമാണ് ഈ താമ്ര യാഗപീഠം. അതേസമയം നമ്മൾ ഈ യാഗപീഠത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താ? അങ്ങ് ഗോൽഗോഥായിൽ മുഴുമാനവലോകത്തിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി പിതാവായ ദൈവം ഒരുക്കിയ ബലിപീഠമാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്ന ബലിപീഠം. നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ടല്ലോ, അത് കത്തോലിക്കരെ സംബന്ധിച്ചും ഓർത്തഡോക്സുകാരെ സംബന്ധിച്ചും റോമാക്കാരെ സംബന്ധിച്ചും ഒരു മരക്കുരിശ് മാത്രമാണ്. നമുക്കതൊരു മരക്കുരിശേ അല്ല, എന്നാൽ അതൊരു മരക്കുരിശ് തന്നെയാണ്. അതിൻ്റെ ആത്മീയ അർത്ഥത്തിലേക്ക് വരണം സഹോദരങ്ങളെ, അതിൻ്റെ ആത്മീയ അർത്ഥത്തിലേക്ക് വരണം. അതിൻ്റെ അർത്ഥം എന്താ? കാൽവറിയിലെ ബലിപീഠമാണത്. പിതാവ് ഒരുക്കിയ വീണ്ടെടുപ്പിൻ്റെ ബലിപീഠമാണത് ആ ക്രൂശ് എന്ന് പറയുന്നത്. ആ ബലിപീഠത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആരെയാ? പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ അവിടെ തച്ചുടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്, തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അവൻ നമ്മുടെ പാപവും ശാപവും വഹിച്ചുകൊണ്ട് അവൻ ആ ബലിപീഠത്തിലേക്ക് നടന്നു കയറി. ഇന്ന് ഞാനൊരു പാട്ട് ശ്രദ്ധിച്ചു. ആ പാട്ട് ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ എഴുത്തുകാരൻ വേറെ ആരുമല്ല, മോശവത്സലം ശാസ്ത്രിയാരാണ്. മോശവത്സലം ശാസ്ത്രിയാരാണ്. ഏതാണ്ട് 1800കളുടെ ഒരു അവസാന ഭാഗത്ത് തെക്കൻ തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്ന ഭക്തനായൊരു മനുഷ്യനാണ്. ഒത്തിരി പാട്ടുകൾ എഴുതി മലയാളക്കരയിലെ ദൈവസഭയെ അനുഗ്രഹിച്ച ഒരു ദൈവ മനുഷ്യനായിരുന്നു മോശവത്സലം ശാസ്ത്രിയാർ. അദ്ദേഹത്തിലൂടെ എഴുതിയതാണ് മനസ്സോടെ ശാപമരത്തിലേക്ക് നടന്നു കയറിയവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത്. ഇപ്പം നമ്മളെന്താ പറഞ്ഞു വന്നത്? ബലിപീഠത്തിലെ കാഴ്ച, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇതെല്ലാം വിസ്തരിക്കുകയാണ്. സുവിശേഷ കേൾവി. അതാണ് പൗലോസ് ഗലാത്യയിൽ ചെന്ന് ഗലാത്യരുടെ കണ്ണിൻ്റെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ വരച്ചു വെച്ച് കൊടുക്കുകയാണ്. അതങ്ങ് തുടങ്ങുകയാണ് ബത്ലഹേം മുതൽ. എവിടെയാ? കാൽവറിയിലല്ല തുടങ്ങുന്നത്. അയ്യോ, അതങ്ങ് ബത്ലഹേം മുതൽ തുടങ്ങുകയാണ് ആ ജീവിതം.
അതങ്ങനെ തുടങ്ങി മുന്നോട്ട് വന്ന് ഒടുക്കം ഗെത്സമനയിലെത്തുകയാണ്. ആ ജീവിതം ഗെത്സമനയിലേക്ക് വരികയാണ്. ഗെത്സമനയിൽനിന്ന് മഹാപുരോഹിതൻ്റെ അരമനയിലൂടെ, പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലൂടെ അങ്ങനെ കടന്നുപോയി ആ ക്രൂശിൻ്റെ വഴികൾ അതങ്ങനെ ഗോൽഗോഥായിലെത്തുകയാണ്. അവിടേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ മറ നീക്കി തുറന്നു തരുന്നത്. ആരാ ഇതൊക്കെ തുറന്നു തരുന്നത്? ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വിശദീകരിക്കും യോഹന്നാൻ 16-ാം അധ്യായം. ഇന്നല്ല, അടുത്ത ദിവസം വിശദമായി നമുക്ക് വിസ്തരിക്കാനുണ്ട്. യോഹന്നാൻ 16:8 പെന്തിക്കോസുകാർക്ക് മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന വാക്യമാണോ? ഓർത്തഡോക്സുകാർക്കും കാത്തലിക്സിനും മറ്റിതര സഹോദരങ്ങൾക്കും ആ വാക്യം, അവർക്ക് ആ വാക്യത്തിൽ ഒരു ബന്ധമില്ലേ? അവർക്ക് ആ വാക്യം വേണ്ടേ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മളെന്താ പറഞ്ഞു തുടങ്ങിയത്? പിതാവിനാൽ ആകർഷിക്കപ്പെടുകയാണ്. അങ്ങനെ ആകർഷിച്ച് എവിടെയാണ് കൊണ്ടുവരുന്നത്? ക്രൂശിങ്കിലേക്കാണ് കൊണ്ടുവരുന്നത്. പിതാവ് ആകർഷിക്കുകയാണ്, പുത്രൻ്റെ അടുക്കിലേക്ക് അഥവാ ക്രൂശിങ്കിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ക്രൂശിങ്കിലേക്ക് കൊണ്ടുവന്നവൻ്റെ കണ്ണിങ്ങനെ തുറന്നു കൊണ്ടുവരുന്ന ആരാ? പരിശുദ്ധ റൂഹായാൽ അവൻ്റെ കണ്ണ് തുറക്കപ്പെടുകയാണ്. ക്രൂശിൻ്റെ ദർശനം അവന് കൊടുക്കുകയാണ്. അവിടെയാണ് ബലിപീഠത്തിൽ കിടക്കുന്ന പിതാവിൻ്റെ ഏകജാതനായ പുത്രനെ അവൻ കാണുന്നത്. അവിടെയാണ് യെശയ്യാവ് 53 തുറന്നു വരുന്നത്. ചണ്ണന് മാത്രമല്ല തുറക്കുകയുള്ളൂ, നമുക്കും തുറന്നു കിട്ടുകയാണ്. ഈ തലമുറയിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലും തുറന്നു വരികയാണതെല്ലാം. അങ്ങനെ അതെല്ലാം തുറന്നു വന്ന ആ കാഴ്ചകൾ നമ്മളെ പരുവപ്പെടുത്തുകയാണ്, രൂപാന്തരപ്പെടുത്തുകയാണ്, നമ്മളെ ഉടക്കുകയാണെന്ന് കൂട്ടാം. നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണുന്നത് എന്താ? അവൻ്റെ പുറം ഉഴവുചാല് പോലെ ഉഴുതു മറിച്ചെന്നൊക്കെയാണ് നമ്മളും കാണുന്നത്. അയ്യോ, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷം എന്ന കലപ്പ നമ്മുടെ ഉള്ളിലൂടെ തലങ്ങും വിലങ്ങും കടന്നുപോയി ഉഴുതു മറിക്കുകയാണ്. പാപത്തിൻ്റെ വേരുകളെയൊക്കെ പൊട്ടിച്ചുകൊണ്ട് സുവിശേഷം എന്ന കലപ്പ നിലം ഒരുക്കുകയാണ്. ഒരുക്കപ്പെട്ട നിലത്തിലേക്ക് പരിശുദ്ധ റൂഹ വചനമാകുന്ന വിത്തുമായി വരികയാണ്. പുതുജനനത്തെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ. പുതുജനനത്തെക്കുറിച്ചും ദൈവരാജ്യ പ്രവേശനത്തെക്കുറിച്ചും അത് ഞാൻ പറഞ്ഞു വരികയാണ്. ഇതിലെ മുതിർന്നവരുടെ കാര്യമോ കുഞ്ഞുങ്ങളുടെ കാര്യമോ അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുക. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് അടുത്ത ദിവസങ്ങളിലാണ് കടക്കുന്നത്. ഇന്നൊരു പ്ലാറ്റ്ഫോം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിലും നിങ്ങളുടെ ഹൃദയത്തിന് മുമ്പിലും വെക്കുകയാണ്. ഇന്നെന്ന പോലെ നമ്മൾ ആ കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന നമ്മെ വീണ്ടെടുത്തതും ആ ക്രൂശിൻ്റെ ദർശനം നമ്മെ മാറ്റിമറിച്ചതും നമ്മളെ ഉഴുതുമറിച്ചതും അങ്ങനെ നമ്മളെ ഒരു ദൈവവൈതലാക്കി കൊണ്ടുവന്നതുമായ ആ നിമിഷങ്ങളൊന്ന് ഓർത്തു നോക്കി. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിലും നല്ലൊരു സുവർണാവസരം ഇനി കിട്ടുമോ എന്നറിയില്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ, ഈ കേൾവിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ക്രൂശിൻ്റെ ചോട്ടിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, നമ്മെ തന്നെ നമുക്ക് അടിയറ പറയാം, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു.